എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരൊക്കെ സജീവമായി തന്നെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. സോണി വർഗീസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു, വിപിൻ വെന്നി, അഞ്ജന, അമീനയുണ്ട്, റിൻസിയുണ്ട്, ഗ്രേസി സെബാസ്റ്റ്യനുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, ടിൻഡു, ജിജു, ഡാനിയൽ, ബെന്നി കോശി, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും സജീവമായി തന്നെ എത്തിയിട്ടുണ്ട്. വിപിൻ വെള്ളിയാട്ട് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല വിപിൻ, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതിന് ശേഷം വേണം കഴിക്കാൻ. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ സജീവമായി രംഗത്തുണ്ട്. പവിത്രൻ പാതിരിപ്പറ്റ ഗുഡ് ആഫ്റ്റർനൂൺ മേഷ് എന്ന് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ പവിത്രൻ. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. പ്രേക്ഷകർ നമ്മോടൊപ്പം തുടരുക. നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുകയാണ്. മാനന്തവാടി വിറപ്പിച്ച് കാട്ടാന. ഇന്ന് രാവിലെയാണ് വയനാട് മാനന്തവാടിയിൽ കാട്ടുകൊമ്പൻ എത്തിയത്. ഇപ്പോഴും തുരത്താൻ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകളായി ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി വനംവകുപ്പ് കാട് കയറ്റിയ ആനയാണ് മാനന്തവാടി ടൗണിൽ എത്തിയത്. കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു. പ്രദേശത്ത് ഇപ്പോൾ നിരോധനാജ്ഞയാണ്. ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന അക്ഷരാർത്ഥത്തിൽ നഗരത്തെ വിറപ്പിച്ചു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പും പോലീസും ആവശ്യപ്പെട്ടു. സ്കൂളുകളിൽ എത്തിയ കുട്ടികൾ പുറത്ത് ഇറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമീപത്ത് വനമേഖലയില്ലാത്തത് ആനയെ കാട് കയറ്റുന്നതിന് തടസ്സമാണ്. വണ്ടി തന്നെ ഇവിടുന്ന് എത്രയോ ദൂരത്തിൽ ആന മുമ്പിലുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ ആന ഒന്ന് തിരിഞ്ഞു. അപ്പം ഞാൻ റിവേഴ്സ് എടുത്തു. കാരണം ചുറ്റുഭാഗം അടുത്ത് ഫോറസ്റ്റ് ഇല്ല. ഒരു തലപ്പുഴ ഭാഗത്തേക്കാണ് ഫോറസ്റ്റ് ഉള്ളത്, പിന്നെ തിരുനെല്ലി ഭാഗം അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ടൗൺ ഏരിയയാണ്. എൻ്റെ ഏട്ടത്തെയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സജീവ എന്ന വ്യക്തിയും കൂടി പാല് മേടിക്കാൻ പോയി വരുമ്പോഴാണ് ആനയെ കാണുന്നത്. ഫ്രണ്ടിലെ ആനയുടെ മുന്നിൽ പെട്ടു പോകുന്നത്. അതിൻ്റെ മുന്നിൽ പെട്ട് അവർ നിലവിളിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. മനുഷ്യർ ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മഴക്കേട് വെച്ചിട്ട് കൊണ്ടുപോക്കേ നടക്കുള്ളൂ, അല്ലാതെ ഈ പറയുന്ന പോലെ രാത്രിയൊന്നും കൊണ്ടുപോക്ക് നടക്കൂല. ചുറ്റത്ത് മുഴുവൻ ടൗണാണ്, ഇതിനപ്പുറമൊക്കെ ടൗണായിട്ടാണ് വരുന്നത്. നമ്മുടെ രാവിലെ ഉണ്ടായിരുന്നത് പായോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ തോട്ടമുണ്ട് അവിടെ, വാഴത്തോട്ടിൽ ആന ഇറങ്ങി പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തും സജു ദേവസിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രണ്ടുപേരും മാനന്തവാടിയിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം സുർജിത്തിലേക്കാണ് പോകുന്നത്. സുർജിത്ത്, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. നമ്മൾ രാവിലെ വാർത്ത നൽകുമ്പോൾ അത് വെറുമൊരു കാട്ടാന വാർത്ത മാത്രമായി പോകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആനയെ കാട് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ വനമേഖല അടുത്തെങ്ങുമില്ല എന്നാണല്ലോ. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ചോദ്യമുണ്ട്. ഈ ബൈക്ക് വെടി വയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ പറയുമ്പോഴും അത് ഉടനടി സാധ്യമാകുമോ? അങ്ങനെ ആ നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വളരെ വേഗം കഴിയുമോ സുർജിത്ത്? ഉന്മേഷ്, 8 മണിക്കൂറായി ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടിയുടെ ഒത്ത നഗരത്തിൽ ഒരു കൊല്ലിയുണ്ട്. ആ കൊല്ലിയിൽ, അതായത് ഇവിടെ അത്യാവശ്യം കൃഷിയെല്ലാം തന്നെ നടത്തുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. ഈ കാട്ടാന പതുക്കെ നീങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ അതിനെ കാണിക്കാൻ കഴിയും. അതിപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആശങ്കയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 8 മണിക്കൂറിലേറെയായി ജനവാസ കേന്ദ്രത്തിൽ ഈ ആന ഇറങ്ങിയിട്ട്. ഇന്ന് രാവിലെ എടവക പഞ്ചായത്തിലെ, അതായത് വനമില്ലാത്ത പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൽ ഈ ആനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും പിന്നീട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അത് ആശങ്കാജനകമായ ഒരു ദൃശ്യമാണ്, ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആന ഇപ്പോൾ നടന്നു നീങ്ങുന്നത്, അതിന് തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്. ആ വീടുകളുള്ള മേഖലയാണ്. ആ മേഖലയിലേക്ക് ആന നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വെള്ളം തേടുകയാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണിട്ട് നികത്തിയ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കൂടെ അത് നടന്ന് പോകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്കയാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ മേഖല, അതായത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ ഒരു വീടിനടുത്തായി ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ആന പോകുന്നു. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ആനയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കയുടെ നിമിഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്, ആ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ആ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് മയക്കുവെടി. സുർജിത്ത് അവിടേക്ക് പോയിക്കൊള്ളൂ. സുർജിത്ത് അവിടേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സജോ ദേവസ് കൂടി ചേരുന്നുണ്ട്. സജോ, ഈ കടകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. സ്കൂളുകളിലേക്ക്
കുട്ടികൾക്ക് ജാഗ്രത നിർദ്ദേശമൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ജാഗ്രതയിലാണല്ലോ മാനന്തവാടി ടൗൺ ഉള്ളത്. ഇപ്പോൾ സുജിത്ത് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആന ആ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകളുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ മേഖലയിലുള്ളത് സജോ? ഉന്മേഷ്, ഇപ്പോൾ ഒരല്പം ആശങ്കയുടെ സാഹചര്യമുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആന നേരത്തെ നിലയുറപ്പിച്ചിരുന്നത് ഈ നഗരത്തിന് നഗരമേഖലയോട് ചേർന്ന ഒരു ഭാഗത്തുള്ള ഒരു ചതുപ്പ് പ്രദേശം, അതൊരു കുഴിയായിരുന്നു. അവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു ഹോസ്റ്റലും എന്തൊക്കെ സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്കുള്ള അവിടെ ഹോസ്റ്റല്, പിന്നെ KSRTC ഗ്യാരേജ്, പിന്നെ വീടുകൾ, അതൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞ പോലെ KSRTC ഗ്യാരേജ്, ഹോസ്റ്റല്, വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അങ്ങോട്ടേക്ക് സജോ, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ഒന്നുണ്ട്. സുജിത്തിലേക്ക് ഒന്ന് പോയതിനു ശേഷം എത്താം സജോ. സുജിത്ത് ഒരു വീടിന് തൊട്ടു മുന്നിലൂടെ നടന്നു നീങ്ങുന്നു അല്ലേ? മേഖലയാണ്. ആ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. അത് അതിനപ്പുറം റോഡാണ്, നഗരമാണ്. സ്വാഭാവികമായും ഈ കാട്ടാന ഇറങ്ങിയാൽ അത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ആശങ്ക നിൽക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. സുജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ആന ജനവാസ മേഖലയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഒരു റോഡിലാണ് ഉള്ളത്. തൊട്ടടുത്ത് വീടുകളുണ്ട്. സുജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അത് നേരെ നഗരത്തിലേക്കുള്ള വഴിയാണ്. നഗരമേഖലയിലെ കടകളൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങരുത്, സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് 8 മണിക്കൂറായിട്ടും ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് കാടില്ല. അതുകൊണ്ട് ആനയെ അവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം. ഒരു മേഖല ഒത്തുകിട്ടണം. എങ്കിൽ മാത്രമേ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതിനായുള്ള കാത്തിരിപ്പിലാണ് വനപാലക സംഘമടക്കം അവിടെ ഉള്ളത്. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നേരത്തെ വ്യക്തമാക്കിയത് ആനയെ മയക്കുവെടി വയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല. സജോ ദേവസ്യയും സുജിത്ത് അയ്യപ്പത്തും മേഖലയിലുണ്ട് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. സജോയിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. സജോ, നഗരത്തിലേക്കുള്ള റോഡിലൂടെ ഇപ്പോൾ ആന നടന്നു നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയല്ലേ സജോ? ഉന്മേഷ്, ആ ഭാഗത്ത് KSRTCയുടെ ഗ്യാരേജ് ഉണ്ട്, ഹോസ്റ്റലുണ്ട്, ധാരാളം വീടുകളുണ്ട്. ഒപ്പം ഇപ്പുറത്തെ ഭാഗം വന്നത് നഗരമേഖലയുമാണ്. അങ്ങോട്ടേക്കാണ് ഇത്രയും സമയം നിലയുറപ്പിച്ചിരുന്നത്. നഗരത്തോട് തന്നെ ചേർന്ന ഒരു ചതുപ്പ് കുഴി ഭാഗമാണ്. വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു ചതുപ്പ് സ്ഥലമാണ്. അതിനോട് ചേർന്ന് വാഴകൃഷിയും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. അത് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ട്. ഇതിനകം ആ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റും സാന്നിധ്യമുണ്ട്. നാട്ടുകാരും മറ്റും ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അവിടെയൊക്കെ പൂർണ്ണമായും നിരീക്ഷണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ അത് വീടുകളും എല്ലാം ചേർന്നൊരു ഭാഗമാണ്. ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വന്ന ആനയാണ്. ഈ സ്ഥലത്ത് കുറേയധികം സമയം നിലയുറപ്പിച്ചു. ഈ സമയത്ത് നഗരത്തിൽ കുറച്ച് ചൂടുള്ള സമയമാണ്. അവിടെ നിന്ന് വാഴയും മറ്റുമൊക്കെ പറിച്ച് തെങ്ങിൻ്റെയും മറ്റും കൂമ്പൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് ഒരുപക്ഷെ കൂടുതൽ ഈ പ്രദേശത്ത് വെള്ളമൊന്നുമില്ല. വെള്ളം കിട്ടുന്നത് സ്ഥലം വല്ലതും ലക്ഷ്യമാക്കി നീങ്ങുന്നതാണോ എന്നറിയില്ല. ഏതായാലും ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. വനംവകുപ്പ് RRT സംഘവും ഇതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പൂർണ്ണമായും സാന്നിധ്യമുണ്ട്. അവരും നിരീക്ഷിച്ചുകൊണ്ട് നീങ്ങുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ വീടുകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് തൊട്ടപ്പുറത്തേക്ക്. അവിടെ എല്ലാം ജാഗ്രത നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. ഇതെല്ലാം നഗരത്തിൻ്റെ ഭാഗമാണ്. അവിടെയാണ് KSRTCയുടെ ഗ്യാരേജ് ഉള്ളത്. തൊട്ടപ്പുറത്ത് ഉള്ളത് ഒരു ഹോസ്റ്റലാണ്. അവിടെയൊക്കെ ആളുകളുണ്ട്. അതിനോട് ചേർന്നൊക്കെ ഉള്ളത് വീടുകളാണ്. ആ വീടിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ഈ തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. അവിടെയും പക്ഷേ ഇതുവരെ ഇത്രയും സമയമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു ആന പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് വലിയ അക്രമമൊന്നും കാണിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും വലിയ കാര്യമായി നശിപ്പിക്കുന്ന ഒരു സംഭവമൊന്നും ഇത്രയും സമയം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറയേണ്ടത്. അതായത് മറ്റു പലപ്പോഴും ഒരുപക്ഷെ കുറച്ചുകൂടി പരിഭ്രാന്തനായോ അക്രമകാരിയായിട്ടൊക്കെ കാണാം. ഇവിടെ പക്ഷേ തണ്ണീർക്കൊമ്പൻ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടില്ല. ശാന്തപ്രകൃതം ഇതുവരെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് നിരീക്ഷിച്ച് RRT സംഘവും ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും ഒക്കെ ആനയുടെ പിന്നാലെ തന്നെയുണ്ട്. ആ പരിസരത്ത് തന്നെ അവരും തുടർന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആന അങ്ങോട്ടേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. അത് പക്ഷേ നേരെ എതിർ ദിശയിലേക്കാണ് ആന പോയിക്കൊണ്ടിരിക്കുന്നത്. സജോ, ഒരു നിമിഷം. സജോ, സുർജിത്ത് ഇപ്പോൾ അതിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സുർജിത്ത്, ആ ദൃശ്യങ്ങളിൽ കാണാം ആന അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്?
ഇനിയാണ് ആശങ്കയുടെ നിമിഷങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത്ര നേരം സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു, ജനങ്ങൾക്കും സുരക്ഷിതത്വം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ആന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക്, വീടുകൾക്ക് സമീപത്തേക്ക്, പ്രധാനപ്പെട്ട പാതയ്ക്ക് അരികിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. KSRTC ഗ്യാരേജിനടുത്തുള്ള ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നീങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കാണുന്നത്. ആന നേരത്തെ ഇത്ര സമയം അത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലാണ് നിലയുറപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും ജനവാസ മേഖലയാണിത്. ആ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനയുടെ സാന്നിധ്യമുള്ളത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. അത് ചലിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറിയാൽ ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം ചെറുതല്ല. അതിവിടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ചുറ്റും ആളുകളുണ്ട്. എല്ലാവരെ സംബന്ധിച്ചും ആശങ്കയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലേക്ക് ഇറങ്ങിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം തന്നെയാണ് ഏവരുടെയും ഭയം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കാട്ടാന ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ച, അതായത് പ്രദേശത്ത് ചതുപ്പ് നിറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്ററോളം അകലെയുള്ള ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ റിബിൻ കൃത്യമായ രീതിയിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ആന പതുക്കെ അവിടെ നിലയുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. 8 മണിക്കൂറിലധികമായി കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടായിട്ട് ഇതുവരെയും മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വന്നിട്ടില്ല. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജീപ്പ്, ഡാർട്ടിംഗ് ടീം എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. എന്തായാലും ആന ഇവിടെ നിലയുറപ്പിക്കുന്ന ഡാർട്ടിംഗ് ടീം, മയക്കുവെടി വെക്കുന്ന സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RRT സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആളുകളോട് മാറാനുള്ള നിർദ്ദേശം നൽകുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തായാലും മയക്കുവെടി വെക്കുകയല്ലാതെ ആനയുടെ തൊട്ടടുത്ത് ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ടല്ലോ. അത് ഈ വനപാലക സംഘമാണോ അതോ നാട്ടുകാരാണോ ശ്രുജിത്ത? തൊട്ടടുത്ത് ഒരു കൂട്ടം ആളുകളെ കാണാമല്ലോ. തൊട്ടടുത്ത് കാണുന്നതെല്ലാം തന്നെ വനപാലക സംഘമാണ്. വനപാലക സംഘം, ഡാർട്ടിംഗ് ടീം, RRT ടീം എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ, കാട്ടാന ജനവാസ മേഖലയിൽ ചതുപ്പ് നിലത്തിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി തന്നെ ആനയെ കാണാൻ കഴിയും. ചുറ്റുഭാഗവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ മയക്കുവെടി വെക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. അത് മണ്ണ് ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞും അങ്ങനെ നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ മുൾമുനയിലാഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാനന്തവാടി നഗരപ്രദേശത്ത് തന്നെ ഈ കാട്ടാനയുടെ സാന്നിധ്യം കാണുന്നത്. കാട്ടാനയുടെ ആ കാഴ്ചയാണ്, കൊമ്പൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അത് ഇവിടെ നിന്നും ഒരു പ്രധാനപ്പെട്ട പാതയിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം ചെറുതാകില്ല. ഒരുപക്ഷെ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഏതാനും വാഴകൾ മാത്രമാണ് തിന്നിട്ടുള്ളത്. പക്ഷേ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഈ പ്രതിസന്ധി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള പോംവഴി മാത്രമാണ് വനം വകുപ്പിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ അത് നടപ്പാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവർ വളഞ്ഞിട്ടുണ്ട് ഈ പ്രദേശം. പക്ഷേ മയക്കുവെടി വെക്കാൻ ഇനിയും വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ തിരിച്ച് അത് നേരത്തെ നിന്നിരുന്ന ആ വഴിയിലൂടെ തന്നെ കടന്നു വരാനുള്ള സാധ്യത, അതായത് നേരത്തെ നിന്നിരുന്ന ആ പ്രദേശത്തു കൂടി തന്നെ വരാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അത് തിരിച്ച് അതേ വഴിയിൽ തന്നെ തിരിച്ച് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആനയുടെ ദൃശ്യങ്ങൾ കുറെ കൂടി വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് സുജിത്ത്, ഇപ്പോൾ കുങ്കിയാനകൾ കൂടി അവിടേക്ക് എത്തുന്നു. സുജിത്ത്, ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. കുങ്കിയാനകളെ കൂടി അവിടേക്ക് എത്തിക്കുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ മാറ്റിയിരുന്നു. സജോ, ഇത് ഏതൊക്കെ കുങ്കിയാനകളാണ് സജോ? ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ സജോ കേൾക്കാമോ? സജോയിലേക്ക് എത്താം. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ തുടരുന്നുണ്ട്. സുർജിത്ത്, അങ്ങനെ ജനവാസ മേഖലയിൽ നിന്ന് ആ കാട്ടാനയെ മാറ്റേണ്ടതുണ്ട്. അതിനായി കുങ്കിയാനകളുടെ സഹായം കൂടി തേടുന്നു. കുങ്കിയാനകൾ അവിടേക്ക് എത്തുന്നുണ്ട്. സുർജിത്ത്, ആന ഇതാ തൊട്ടടുത്ത് വന്ന്
ആന നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നാണ് വന്നത്. ആളുകളെല്ലാം തന്നെ മാറി ഭയചകിതരാണ് ആളുകളെല്ലാം. എന്തായാലും കാട്ടാന നമുക്ക് മുന്നിലൂടെ ഇതാ പോകുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ച് പ്രതിസന്ധിയുണ്ട്, ആളുകൾ ആശങ്കയുണ്ട്. എന്തായാലും ആന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടിന് തൊട്ടടുത്തായി ആന നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന് സമീപത്തായി ഒരു റോഡുണ്ട്. നേരത്തെ ആ റോഡിലൂടെ അല്പം നടന്നു നീങ്ങിയ ആന പ്രധാന പാതയ്ക്ക് തൊട്ടരികിലെത്തി. അവിടെ നിന്ന് വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഒരു വീടിന് മുന്നിലൂടെ ആന ഇപ്പോൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ നിലയുറപ്പിച്ച മേഖലയിലേക്ക് തന്നെ അത് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വനപാലക സംഘമുണ്ട്. അവർ ആനയെ അവിടെ നിന്ന് പതുക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. കുങ്കിയാനകൾ ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനയെ പ്രകോപിപ്പിക്കരുത് എന്ന് വനപാലകർ ഇപ്പോൾ നാട്ടുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ എത്തിയ സ്ഥലത്തേക്ക് തന്നെ ആന വീണ്ടും മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാനന്തവാടിയിലെ പ്രധാന പാതയ്ക്ക് തൊട്ടരികിൽ KSRTC ഗ്യാരേജിന് തൊട്ടടുത്ത് വരെ ആന എത്തിയിരുന്നു. അവിടെ നിന്ന് തിരികെ നടക്കുകയായിരുന്നു. ഇപ്പോൾ കുങ്കിയാനകളെ കൂടി അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 8 മണിക്കൂർ പിന്നിടുന്നു ഈ കാട്ടാന മാനന്തവാടി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിയിട്ട്. ഇതിനെ നേരത്തെ കർണാടകയിലെ ഹാസനിൽ നിന്ന് കാട് കയറ്റിയ ആനയാണ്, റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അങ്ങനെ കാട് വഴി എത്തപ്പെട്ടതാണ്. പക്ഷേ മാനന്തവാടി ടൗൺ മേഖലയ്ക്ക് തൊട്ടടുത്തൊന്നും കാടില്ല. 10-12 കിലോമീറ്റർ അകലെ എത്തണം കാടുള്ള പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ കാട് കയറ്റുമെന്നുള്ള ചോദ്യമുണ്ടായി. ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ജില്ലാ കളക്ടർ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനവാസ മേഖലയിലായതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ആനയെ കിട്ടാത്തത് കൊണ്ട് അതിനും സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ചെറിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കുങ്കിയാനകളെ കൂടി ഈ ദൗത്യത്തിനായി അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ആനയെ അവിടെ നിന്ന് മാറ്റണം, ആശങ്ക അകറ്റണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പോഴും ശാന്ത സ്വഭാവത്തിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത്. അങ്ങനെ കാര്യമായ പരാക്രമത്തിനൊന്നും മുതിരുന്നില്ല. വാഴയും 1-2 തെങ്ങുകളും ഒക്കെ അവിടെ നിന്ന് പിഴുതെറിയുന്ന നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും അത് വലിയ പരാക്രമത്തിലേക്കൊന്നും കടക്കുന്നുമില്ല. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് അകറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കുങ്കിയാനകൾ അവിടേക്ക് എത്തിക്കുന്നത്. ആനയെ RRT സംഘം വളഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെച്ച് അതിനെ മാറ്റുക എന്നുള്ള ദൗത്യത്തിലേക്ക് അവർ കടക്കുമോ, അതെങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യം ഈ മണിക്കൂറിലും ഉയരുന്നുണ്ട്. സജോ ദേവസി ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സജോ, 2 കുങ്കിയാനകളെ ദൃശ്യങ്ങളിൽ കാണാം. ആനയെ എങ്ങനെ തുരത്തും, അതിനായുള്ള എന്ത് ആലോചനയാണ് അവിടെ നടക്കുന്നത് സജോ? ഉന്മേഷ്, ഇപ്പോൾ മുത്തങ്ങയിൽ നിന്ന് 2 വിക്രം, സൂര്യ എന്നിങ്ങനെ 2 കുങ്കിയാനകളാണ് നിരവധി ഓപ്പറേഷനിൽ പങ്കാളികളായിട്ടുള്ള 2 കുങ്കിയാനകളെയാണ് നിലവിൽ മാനന്തവാടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നതിനോട് ചേർന്നുള്ളത് ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. അതായത് മാനന്തവാടി നഗരത്തിൽ തന്നെ ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ സജോ ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. വാക്കാലാണ് ഈ നിർദ്ദേശം. ഉത്തരവ് ഉടൻ ഇറക്കും എന്ന് AV ജയശങ്കർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സജോ തുടരാം. ഉന്മേഷ്, അതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് മാനന്തവാടി നഗരത്തിൽ തന്നെയുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ പരിസരത്തേക്കാണ് 2 കുങ്കിയാനകളെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഡാർട്ട് ചെയ്യണം, അതിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്, മാനന്തവാടി നഗരത്തിൽ തന്നെയുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളാണിത്. ഈ പ്രദേശത്തേക്ക് ഇവിടെ ഇതാണ് നഗരമേഖല. ഇങ്ങോട്ടേക്ക് ഈ പ്രദേശത്തേക്ക് ആളുകളൊക്കെ ഇവിടെയുണ്ട്, ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ പക്ഷേ ഈ ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, അത് താഴേക്ക് വലിയൊരു കൊല്ലിയാണ്, വലിയൊരു കുഴി ഭാഗമാണ്, ചതുപ്പ് പ്രദേശമാണ്. അങ്ങോട്ടേക്ക് ഏത് വഴി അങ്ങോട്ടേക്ക് കുങ്കിയാനകളെ എത്തിക്കണം എന്നത് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നതേ ഉള്ളൂ. ഏതായാലും തൊട്ടടുത്ത്, അധികം ദൂരമില്ല, ഇവിടെ നിന്ന് 100 മീറ്റർ അകലെയാണ് നിലവിൽ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് മുത്തങ്ങയിൽ നിന്ന് വിക്രം, സൂര്യ 2 കുങ്കിയാനകൾ. നിരവധി വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി വീണ്ടും പഴയ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ആന എത്തിയിട്ടുണ്ട്. സുർജിത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. സുർജിത്ത്, ഇത് നേരത്തെ നിലയുറപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പനുള്ളത്?
അതേ സ്ഥലത്ത് തന്നെ, അതായത് നേരത്തെ ഇവിടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതാണ്, പക്ഷേ അത് തിരിച്ച് അതേ വഴി തന്നെ തിരിച്ചു വന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും അതേ വാഴത്തോട്ടത്തിൽ ആന നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഴത്തോട്ടത്തിന് സമീപത്ത് മണ്ണ് തുമ്പിക്കൈ കൊണ്ടെടുത്ത് മുകളിലേക്ക് എറിയുന്ന ആ ദൃശ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആന അല്പസമയം മുമ്പാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും ആ വഴിക്ക് തന്നെ ചലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് തരത്തിൽ ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ആ നിർദ്ദേശം ആളുകൾ പാലിക്കുന്നു, അരികിലേക്ക് മാറി നിൽക്കുന്നു. പക്ഷേ ആനയെ മയക്കുവെടി വെക്കാൻ ഉള്ള ഉത്തരവ് ഇറങ്ങുമെന്ന് പറയുന്നു. എന്തായാലും ആ ദൗത്യം ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൊല്ലി കടന്നാൽ ഒരുപക്ഷേ മയക്കുവെടി വെക്കൽ എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം ജനപ്രതിനിധികൾ തന്നെ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ ആശങ്കയായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു നിമിഷം മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ പിടികൂടാൻ സാധിക്കും. 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ആ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാർട്ടിംഗ് ടീം ഉൾപ്പെടെ ഇപ്പോൾ അനുയോജ്യമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. ആ കാട്ടാന ഇപ്പോൾ വീണ്ടും അതേ വാഴത്തോട്ടത്തിലേക്ക് പോകുന്നു. അതേ വാഴത്തോട്ടത്തിലേക്ക് കടന്നു പോകുന്ന ആ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാട്ടാന തണ്ണീർ കൊമ്പൻ എന്ന് പേരിട്ട് വിളിക്കുന്ന കർണാടകയിലെ നാഗർഹോളയിൽ വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച് ആക്കിയ ആ ആന ഇപ്പോൾ വളരെ വേഗത്തിലെത്താം. സുജിത്ത് തിരികെ എത്താം. ഇപ്പോൾ ഒരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് തന്നെ തിരികെ എത്താം, ആന വാർത്തയിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ നടൻ വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, ഇങ്ങനെ പാർട്ടി പ്രഖ്യാപനം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നൽകാനുള്ള വിവരം മനേഷ്? ഇന്ന് തന്നെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജയ് മക്കളെ ഇയക്കം പ്രവർത്തകരോട് അതിന് തയ്യാറായിരിക്കാനൊക്കെ വിജയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു. പേര് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കായി നിലവിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ചെയർമാനായിട്ടുള്ള ബുസി ആനന്ദ് ഡൽഹിയിലുണ്ട്. അവിടെ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകുന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഒരു പ്രസ്താവനയുടെ രൂപത്തിലാണ്. തമിഴ്നാട് ജനങ്ങളെ പൂർണ്ണമായും തന്നെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ അല്ലെങ്കിൽ വിജയ് തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണ്. ആ രീതിയിലാണ് എന്തായാലും ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇതിൽ കാണുന്നത്. കാരണം ജനറൽ കൗൺസിൽ കഴിഞ്ഞ ദിവസം നടന്ന വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ കൗൺസിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആവശ്യം അതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി പ്രഖ്യാപിക്കുക, അതിലേക്ക് ഇറങ്ങുക, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. എന്തായാലും പാർട്ടി പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. വിജയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എന്താണ് മക്കളോട് ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ട്വീറ്റിലൂടെയോ അല്ലെങ്കിൽ എക്സിലൂടെയോ അല്ലെങ്കിൽ ബൈറ്റായോ അദ്ദേഹം പറയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുമ്പ് എന്തായാലും ഡൽഹിയിലുള്ള ബുസി ആനന്ദ് ഈ പറഞ്ഞ ഇതിന്റെ മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ പാർട്ടി പ്രസ്താവന വന്നതോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ മുഴുവൻ വിജയ് മക്കൾ ഇയക്കത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ മധുരം വിതരണം ചെയ്തും ഒക്കെ വലിയ തോതിലുള്ള. ശരി മനേഷ്, ഏതായാലും കാര്യം വ്യക്തമാണ്. വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ആഘോഷം തമിഴ്നാട്ടിൽ പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ വലിയ ആഘോഷം നടക്കുന്നു എന്നാണ് മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ തണ്ണീർക്കൊമ്പന്റെ വാർത്തയിലേക്ക് മടങ്ങുന്നു. തണ്ണീർക്കൊമ്പനെ പിടികൂടി അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നിലയുറപ്പിച്ച ഇടത്തേക്ക് തന്നെ ആന തിരികെ എത്തിയിട്ടുണ്ട്. സജോ ദേവസ്യയും സുർജിത് അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. സജോയിലേക്ക്. സജോ, ഈ കുങ്കിയാനകളെ അവിടേക്ക് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? ഉന്മേഷ, വിക്രം സൂര്യ 2 കുങ്കിയാനകളെയാണ് ഈ മാനന്തവാടിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരു കുങ്കിയാനയെ നിലവിൽ ഈ ആനയുള്ള ലൊക്കേഷനിലേക്ക് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തുകൂടി തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ഇതിൻ്റെ നേരെ ഇപ്പോൾ ഈ കുങ്കിയാന നിൽക്കുന്നതിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ് പഴയ സ്ഥലത്ത് നേരത്തെ നിലയുറപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് തണ്ണീർക്കൊമ്പൻ ഉള്ളത്. ആ സ്ഥലത്തേക്ക് ഒരു കുങ്കിയാനെ ഇതിനകം തന്നെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2ാമത്തെ ആളെ കൂടി നിർദ്ദേശം അനുസരിച്ച് കൊണ്ടുപോകും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഇത്രയധികം മണിക്കൂർ സമയം പിന്നിട്ടു. ഒപ്പം ഇത് നഗരമേഖലയ്ക്ക് അകത്ത് തന്നെയാണ്. നമുക്ക്
കാണാം. നമുക്ക് ഇവിടുത്തെ ഒരു ടെറൈൻ നോക്കുമ്പോൾ നഗരമാണെന്ന് തിരിയാത്തതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് നഗരമേഖല തന്നെയാണ്. ഒപ്പം ഇത്രയധികം സമയം പിന്നിടുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനിടയിൽ ആശ്വാസകരമായ കാര്യം ഏതെങ്കിലും തരത്തിൽ ഈ ശാന്തപ്രകൃതി ഈ തണ്ണീർക്കൊമ്പൻ കൈവിട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. ഒപ്പം വളരെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന നിലയ്ക്ക് കൂടി കാണണം. വെറ്റിനറി അസിസ്റ്റൻസ് വേണം. അതായത് RRT സംഘത്തിൻ്റെയും ഈ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെയും ശ്രമം മാത്രം പോരാ. വെറ്റിനറി അസിസ്റ്റൻസ് കാര്യമായി തന്നെ വേണം. ഇത്രയധികം സമയം അത് പിന്നിട്ടിട്ടുണ്ട്. നേരത്തെ പുഴയുടെ ഭാഗത്തേക്കാണ് തണ്ണീർക്കൊമ്പൻ നീങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് വാഴയും തെങ്ങിൻ്റെ കൂമ്പും ഒക്കെ കഴിച്ചു. അതിനുശേഷം ഒരുപക്ഷെ വെള്ളം അന്വേഷിച്ചോ മറ്റോ ആയിരിക്കണം ആ ഭാഗത്തേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റ് അപകടങ്ങളോ മറ്റോ ഒന്നും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ തണ്ണീർക്കൊമ്പൻ മാറിയിട്ടില്ല. അതാണ് ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യം. അതേസമയം ഉത്തരവൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് അടുത്ത ആക്ഷൻ എന്നത് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വൈകാതെ തന്നെ അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഭാഗത്ത് തന്നെ, അതായത് നിലവിൽ ഓപ്പറേഷന് സാധ്യമായ നഗരത്തിലെ ഒരേ ഒരു സ്ഥലം എന്നത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച ആ പ്രദേശം തന്നെയാണ്. പക്ഷേ അതിനോട് ചേർന്നെല്ലാം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തും അടക്കം എല്ലാം ജനവാസ മേഖലയാണ്. ആളുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുള്ള മേഖലയാണ് എല്ലായിടത്തും. ഏതായാലും ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മുത്തങ്ങയിൽ നിന്ന് ഈ 2 കുങ്കിയാനകളെ എത്തിക്കാൻ കഴിഞ്ഞു. ഒരു കൊമ്പനെ ഇതിനകം തന്നെ, കുങ്കിയാനയെ ഈ പ്രദേശത്തേക്ക്, ഈ ലൊക്കേഷനിലേക്ക് ഇതിനകം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിക്കും. അതനുസരിച്ച് CCFിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അത് പക്ഷേ എങ്ങനെ വേണം, എപ്പോൾ വേണം, ഒരു സമയവും ഒപ്പം ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അതായത് ഏറ്റവും ചൂടുള്ള ഒരു സമയം കൂടിയാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു ആരോഗ്യസ്ഥിതിയും ഒക്കെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആ ആരോഗ്യസ്ഥിതി അടക്കം വിലയിരുത്തി അതിന് ശേഷമായിരിക്കും ഉത്തരവ് ലഭ്യമായതോടുകൂടി നടപടികളിലേക്ക് കടക്കാം. പക്ഷെ അത് എങ്ങനെ, എവിടെ, എപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണം എന്നതൊക്കെ സംബന്ധിച്ച് വെറ്റിനറി ടീം തന്നെയായിരിക്കും ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ആയിരിക്കും നടപ്പാക്കുക എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും, അതായത് മാനന്തവാടി നഗരമേഖല പൂർണ്ണമായും ഗതാഗതം അല്പം നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾക്ക് അത്യാവശ്യക്കാർക്ക് പോകാം. പക്ഷേ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ആളുകളോടൊന്നും കൂട്ടം കൂടി നിൽക്കരുത് നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഏറ്റവും കാര്യമായി തന്നെ, കാരണം വലിയ തോതിൽ ജനവാസ മേഖലയൊക്കെ ആയതുകൊണ്ടും ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം അവിടെ കൃത്യമായി ഉറപ്പിക്കണം. ഒപ്പം ഒരു സുരക്ഷിത സ്ഥലം തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം. ആന പക്ഷേ ഇങ്ങോട്ട് തന്നെ തിരികെ വന്നതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം സമയം തിരഞ്ഞെടുക്കണം. കൂടുതൽ വലിയ ചൂടൊക്കെയുള്ള സജോയിലേക്ക് തന്നെ തിരികെ എത്താം. നേരത്തെ വിജയുടെ പാർട്ടി പ്രഖ്യാപനം സംബന്ധിച്ച വാർത്ത വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുകൂടി വിജയ് അറിയിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കില്ല എന്നുകൂടി നേരത്തെ പാർട്ടി പ്രഖ്യാപന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയതായി ഇപ്പോൾ മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തണ്ണീർക്കൊമ്പൻ വാർത്തയിലേക്ക് മടങ്ങുകയാണ്. ശ്രുതിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ശ്രുതിത്ത്, നേരത്തെ നിലയുറപ്പിച്ച അതേ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ ഉള്ളത്. ഈ കുങ്കിയാനകൾ അവിടേക്ക് എത്തിയോ ശ്രുതിത്ത്? കുങ്കിയാനകളെ ഈ മാനന്തവാടിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മയക്കുവെടി വെക്കുന്ന നടപടിക്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തൊട്ട് മുന്നോടിയായാണ് എത്തിക്കാനുള്ള സാധ്യത കാണുന്നത്. അതിന് ആ നടപടിക്രമം, അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിലവിൽ അറിയില്ല. ഉത്തരവ് ഇറങ്ങി അതായി അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മയക്കുവെടി വെക്കാൻ. ആ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ്. മൊത്തം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ടുണ്ട്. ഈ മേഖല മൊത്തം ആളുകളും പല ഭാഗങ്ങളിലായി തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അതായത് ഒരു ഉയർന്ന ഒരു പ്രദേശമാണ് മാനന്തവാടി നഗരത്തിൽ. ഉയർന്ന പ്രദേശത്തിൻ്റെ തൊട്ട് താഴെയായ ഒരു ചതുപ്പ് നിറഞ്ഞ മേഖലയിലാണ് ഈ കാട്ടാന ഇപ്പോൾ നിലവിലുള്ളത്. വാഴകൾക്ക് ഇടയിലാണ് ഇപ്പോൾ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് ഏറെ ആശങ്ക ഉളവാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയിലേക്ക് നടന്ന് നീങ്ങിയതാണ്. തുടർന്ന് അവിടെ വട്ടം കറങ്ങി അതിനുശേഷം തിരിച്ച് ഈ വഴി തന്നെ തിരികെ എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തിരികെ എത്തി അതേ വാഴത്തോട്ടത്തിൽ തന്നെ നിലയുറപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനെ മയക്കുവെടി വെച്ച ശേഷം കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ്. അത് ഉടൻ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് വനംവകുപ്പ്. കാരണം സമയം വൈകുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് പോയാൽ, ഒരുപക്ഷെ ജനവാസ മേഖലയിലേക്ക് പോയാൽ അത് കനത്ത രീതിയിലുള്ള പ്രതിസന്ധിയാകും സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് അത് അക്രമ സ്വഭാവം കാണിച്ചാൽ ഒരുപക്ഷെ അത് ജീവഹാനി വരെ ഉണ്ടായേക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. മാത്രമല്ല ധാരാളം കെട്ടിടങ്ങൾ ഈ ആന പോകുന്ന വഴിയിലെല്ലാം തന്നെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ഇതെല്ലാം തന്നെ കനത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറും. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റ് വഴികൾ എന്താണ് ഇതിൻ്റെ വഴി എന്നുള്ള തരത്തിൽ വനംവകുപ്പ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും മയക്കുവെടി വയ്ക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്നുള്ള ചോദ്യം ആളുകൾ ഉയർത്തുന്നു. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നു. ഇത് വേഗത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും വലിയൊരു അവസരം ഈ പ്രദേശത്ത്
ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഈ ആനയെ കെട്ടിയിട്ടും മയക്കുവെടി ഉതിർക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിക്കുന്നത് എന്നുള്ള ചോദ്യം പല കോണിൽ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അത് വലിയ വിമർശനത്തിനും ഇടയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരു ഭാഗത്തോടെ കുങ്കിയാനകൾ കൂടി അവിടേക്ക് വരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ഫ്രെയിമിൽ ആ ദൃശ്യങ്ങൾ കൂടിയുണ്ട് സുർജിത്ത്. അങ്ങനെയെങ്കിൽ അത് സജോ ദേവസിയുടെ ക്യാമറാമാൻ പകർത്തുന്ന ദൃശ്യമായിരിക്കും അത്. കുങ്കിയാന ഇറങ്ങി വരുന്ന ഒരുപക്ഷെ അവർ നിൽക്കുന്ന, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തുള്ള പ്രദേശത്താകും കുങ്കിയാനകളെ ഇറക്കിയിരിക്കുക. അവിടെ നിന്നും കുങ്കിയാനകളെ ഇറക്കി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാകും നടത്തുന്നുണ്ടാകുക. അപ്പോൾ ഇനി വൈകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മയക്കുവെടി ഉതിർക്കുന്ന ആ കാര്യം ഇനി ഒരു തരത്തിലും വൈകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് ഇനി വേഗത്തിൽ കടന്നെടുക്കും. RRT സംഘം, അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം എല്ലാം തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസ്, അതോടൊപ്പം തന്നെ RRT സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മുത്തങ്ങയിൽ നിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ഇവിടെ സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടപടിയിലേക്ക്, മയക്കുവെടി വെക്കുന്ന ഡാർട്ടിംഗ് നടപടിയിലേക്ക് കടക്കുന്ന ആ ഒരു രീതിയിലേക്കാകും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് കുങ്കിയാനകൾ എത്തിച്ചത്. കുങ്കിയാനകളുടെ ദൃശ്യം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നടപടി ഇനി വൈകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാനന്തവാടി അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്, സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു പൂർണ്ണമായും ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ നടപടി ഇനി വൈകില്ല, ഇനി മയക്കുവെടി ഉതിർക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അല്പസമയം മുമ്പ് വലിയ അളവിലുള്ള ആശങ്കയാണ് ഉണ്ടായത്. കാരണം ഈ ആന നേരെ ഇറങ്ങിയത് ജനവാസ മേഖലയിലേക്കാണ്. ഒരു നിമിഷം സുജിത്തിലേക്ക് എത്താം. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട്. സജോ, ആ സ്കൂളിന് തൊട്ടടുത്ത് കുങ്കിയാനകളുണ്ട്. ഈ തണ്ണീർക്കൊമ്പ നിൽക്കുന്ന ഇടത്തേക്കുള്ള വരവാണോ അത്? ഉന്മേഷ്, തണ്ണീർക്കൊമ്പൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കുങ്കിയാനയെ ആ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല, പക്ഷേ ആ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. മറ്റൊരു കുങ്കിയാന നിലവിൽ അതേ സ്ഥലത്ത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ആ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് പൂർണ്ണമായും ഏത് രീതിയിലാണ് ഓപ്പറേഷൻ വേണ്ടതെന്നൊരു തീരുമാനം കൂടി എടുത്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കുങ്കിയാനയും കൂടി സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുള്ളൂ. ഒരേ സമയം തന്നെ 2 കുങ്കിയാനകളെയും അങ്ങോട്ടേക്ക് നീക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുങ്കിയാന പരിശോധിക്കുന്നു. അതിനുശേഷം സജോ ദേവസ്യാണ് വിവരങ്ങൾ. സജോ, തുടരാം. ഉന്മേഷ, അതിനുശേഷം മാത്രമേ, അതായത് 2 വിക്രം സൂര്യ 2 കുങ്കിയാനകളെയാണ് മുത്തങ്ങയിൽ നിന്ന് എത്തിച്ചത്. അതിൽ ഒരു ആനയെ ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച സ്ഥലത്തിനടുത്തേക്ക് നീക്കിയിട്ടുണ്ട്. ആ ആനയെ അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ കുങ്കിയാനയും ഇവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുക. അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടെ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് തീരുമാനങ്ങൾ അറിയിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും. വളരെ വേഗത്തിലൊരു ഓപ്പറേഷനിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുങ്കിയാനയെ മാത്രം സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ഏത് വഴി ഇറക്കാം എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം 2 കുങ്കിയാനയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ സ്ഥലം ഒരു ചതുപ്പ് പ്രദേശമാണ്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ആനയെ, ഇപ്പോൾ ഒരു കുങ്കിയാനയെ നിലവിൽ ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഒരു ആനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഏത് വഴിക്ക് ഈ ചതുപ്പ് പ്രദേശത്തേക്ക് എങ്ങനെ ഇറക്കും, അതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ നൽകി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ടേക്ക് ആ ആനയെ നീക്കിയിട്ടുണ്ട്. ഒരാന ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ എങ്ങനെ വേണം ഈ ഓപ്പറേഷൻ എന്ന കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷമായിരിക്കും കുങ്കിയാനകളെ പൂർണ്ണമായും ആ ലൊക്കേഷനിലേക്ക് എത്തിക്കുക എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഉന്മേഷ്, ശരി സജോ. ഇപ്പോഴും തണ്ണീർക്കൊമ്പനെ അവിടെ നിന്ന് തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ തണ്ണീർക്കൊമ്പൻ കർണാടക വനം വകുപ്പ് പ്രത്യേക ദൗത്യത്തിലൂടെ കാട് കയറ്റിയ ആനയാണ്. എങ്ങനെയാണ് തണ്ണീർക്കൊമ്പൻ നാഗർഹോളെ വനത്തിൽ നിന്ന് ഈ മാനന്തവാടിയിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കാം. 2 ആഴ്ച മുൻപ് ജനുവരി 16-ന് കർണാടകയിലെ ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്നുമാണ് ആനയെ പിടികൂടിയത്. ശ്രമകരമായിരുന്നു ദൗത്യം. 4 കുങ്കിയാനകൾ ഇടത്തും വലത്തും നിലയുറപ്പിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ജനങ്ങൾക്ക് ഭീഷണിയാവുകയും മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കർണാടക വനവകുപ്പ് ആനയെ പിടികൂടാൻ തീരുമാനിച്ചത്. പിടികൂടിയ ശേഷമാണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരിട്ടത്. ശേഷം നാഗർഹോളെ വനത്തിൽ തുറന്നുവിട്ടു.
നാഗർഹോളെ വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ ഇന്ന് രാവിലെ വയനാട് എടവക പഞ്ചായത്തിലെ പായോടെത്തിയത്. എടവക പഞ്ചായത്തിൽ നിന്നും പുഴ നീന്തിക്കടന്ന് പിന്നീട് മാനന്തവാടി കോടതി പരിസരത്തേക്കും അവിടെ നിന്നും കൊല്ലിയിലേക്കും എത്തി. ടൗണിൽ നിലയുറപ്പിച്ചു. 24 വയനാട്. അപ്പോൾ അങ്ങനെയാണ് തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ എത്തിയത്. ജ്ഞാനവാപിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ ഹൈന്ദവ ആരാധനയ്ക്ക് കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന് അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള വാർത്ത ഇപ്പോൾ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നമ്മൾ വീണ്ടും തണ്ണീർക്കൊമ്പൻ വാർത്തയിലേക്ക് പോവുകയാണ്. സുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഉള്ളത്? സുജിത്ത്, ഉന്മേഷ്, ഒരു മാറ്റവുമില്ല. അത് അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു വാഴത്തോട്ടമാണ്. ആ വാഴത്തോട്ടത്തിന് ഉള്ളിലാണ് ഈ ആനയെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ നിന്നിരുന്ന അതേ പ്രദേശത്തേക്ക്. പക്ഷേ അല്പസമയം മുമ്പ് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനവാസ മേഖലയിലേക്ക് മാറി എന്നുള്ളതാണ്. ആ റോഡിലൂടെ അത് അപ്പുറം കടന്നാൽ അത് പ്രധാനപ്പെട്ട പാതയാണ്. KSRTC ഗ്യാരേജിൻ്റെ അടുത്തുള്ള പാതയാണ്. ആ പാതയിലെത്തിയാൽ ഒരുപക്ഷെ അത് കൂടുതൽ സങ്കീർണമായേനെ സ്ഥിതി. പക്ഷേ അത് എന്തുകൊണ്ടോ അത് തിരിച്ച് അത് നേരത്തെ നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക്, അതായത് ആ കൊല്ലിയിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ആ കൊല്ലിയിലേക്ക് എത്തിയപ്പോൾ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതാനും വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വസ്തുത. ഏതാണ്ട് 9 മണിക്കൂറിലധികമായി ഈ കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതായത് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ട് ഇത്രയും സമയമായിട്ടും ഒരു തരത്തിലുള്ള മയക്കുവെടി വെക്കാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴി തെളിയുന്നുണ്ട്. പക്ഷേ ആളുകൾ സംയമനം പാലിച്ച് ഈ മേഖലയിൽ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കെട്ടിടങ്ങൾക്ക് മുകളിലും ഉയർന്ന പ്രദേശത്തുമെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുമുണ്ട്. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. നോർത്തേൺ CCF ദീപ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ DFOമാരായിട്ടുള്ള മാർട്ടിൻ ലോവലും ഷജന കരീമും ഇവിടെയുണ്ട്. കളക്ടർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനം വകുപ്പിനെതിരെ ഉയർന്നിരുന്നു. ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇപ്പോൾ നില കൊണ്ട് നിൽക്കുന്നത്. എന്തായാലും മയക്കുവെടി വെക്കുക എന്നത് തന്നെയാണ് ആ ദൗത്യത്തിലേക്ക് തന്നെ പോവുകയാണ് കാര്യങ്ങൾ. മയക്കുവെടിക്ക് ശേഷം ഇതിനെ കർണാടകയിലേക്ക് വനം വകുപ്പിന് തന്നെ കൈമാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ എന്ന് പേരുള്ള ഈ കൊമ്പൻ ഈ കഴിഞ്ഞ മാസം തന്നെയാണ് അതിനെ പിടികൂടിയത്. അത് വലിയ രീതിയിൽ ഹാസൻ മേഖലയെ വിറപ്പിച്ച കൊമ്പനാണ്. അതിനെ പിടികൂടിയ ശേഷം റേഡിയോ കോളർ ഘടിപ്പിക്കുമ്പോഴാണ് തണ്ണീർ എന്നുള്ള പേര് നൽകുന്നത്. കർണാടക വനംവകുപ്പാണ് ഈ പേര് നൽകിയത്. അതിനുശേഷം ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതായത് അത് കൊണ്ടുവന്ന് നാഗർഹോളെ വനമേഖലയിലേക്കാണ്. നാഗർഹോളെ വനമേഖലയിൽ നിന്നും ഈ കൊമ്പനെ ഇവിടെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ആശങ്ക. കഴിഞ്ഞ 12 ദിവസമായി ഈ ആന കേരളത്തിൻ്റെ, അതായത് വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആളുകൾ അത്തരത്തിൽ പറയുന്നുണ്ട്. തിരുനെല്ലി സർവാണിയിൽ 12 ദിവസങ്ങൾക്ക് മുമ്പ് ആളുകൾ ഈ ആനയെ കണ്ടിരുന്നു. ഇത് വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് പറയപ്പെടുന്ന വിവരം മാത്രമാണ്. അപ്പോൾ വനംവകുപ്പ് ഇതിനെ നിരീക്ഷിക്കുകയാണ്. അതായത് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന സർവാണി പ്രദേശത്ത് 12 ദിവസം മുമ്പ് എത്തിയിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വിവരങ്ങളുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ റേഡിയോ കോളർ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായ രീതിയിൽ കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടി കഴിയും. ഇത്തരത്തിലൊരു ആന ഇവിടെ വിലസുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം നൽകുകയും വനംവകുപ്പ് നിരീക്ഷിക്കുകയാണെന്നുള്ള വിവരമാണ്, മറുപടിയാണ് ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആന അതേ സ്ഥലത്ത് തുടരുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതായത് ഈ എടവക പഞ്ചായത്തിലെ വനമില്ലാത്ത പഞ്ചായത്താണ്. ജില്ലയിലെ അപൂർവം വനമില്ലാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ എടവക പഞ്ചായത്ത്. എടവക പഞ്ചായത്തിൽ ഈ ആന എത്തുകയും വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ കാണുകയും ചെയ്തു. ക്ഷീരകർഷകരായിട്ടുള്ള ആളുകളും രാവിലെ ജോലിക്കിറങ്ങിയ ആളുകളും എല്ലാം തന്നെ ഈ ആനയുടെ മുന്നിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആന ഒരു തരത്തിലുള്ള അക്രമത്തിന് മുതിർന്നില്ല. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പുകാർ എത്തിയ ശേഷം ആനയെ നിരീക്ഷിച്ചു. ആന ഇതിനിടയിൽ അത് മാനന്തവാടി നഗരസഭാ ഭാഗത്തേക്ക് നീങ്ങി. ഏതാണ്ട് 3.5 കിലോമീറ്റർ അകലെയാണ് ഈ മാനന്തവാടി നഗരസഭ. ആ മേഖലയിലേക്ക് നീങ്ങിയ ശേഷം പുഴയിലൂടെ നീന്തിക്കടന്നാണ് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത്. നഗരത്തിലെത്തിയ ഉടൻ തന്നെ നേരെ കയറി വന്ന് നേരെ കോടതി സമുച്ചയത്തിലേക്കാണ്. കോടതി സമുച്ചയത്തിൽ ഏതാനും സമയം അത് നിലയുറപ്പിച്ചു. കോടതി സമുച്ചയത്തിൽ നിലയുറപ്പിച്ച ശേഷമാണ് ഈ ആന പിന്നീട് അതിനെ പടക്കം പൊട്ടിച്ചും മറ്റും ഇവിടേക്ക്, അതായത് ഈ സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ ഈ കൊല്ലിയിലേക്ക് മാറ്റുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ആ കൊല്ലിയിൽ ഏതാണ്ട് 2 മണിക്കൂർ ആദ്യം അത് നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തെ അരികിലേക്ക് മാറി അല്പസമയം കിടന്നു. അതായത് ഏതാണ്ട് 20 മിനിറ്റ് വരെ ഈ ആന കിടന്ന ശേഷം അത് വീണ്ടും
വീണ്ടും എഴുന്നേറ്റ് ഒരു ഭാഗത്തുകൂടി, അതായത് മെഡിക്കൽ കോളേജ് ആ ഭാഗത്തുകൂടെ കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ പിന്നീട് അത് തിരിച്ച് വീണ്ടും ഈ വാഴത്തോട്ടത്തിലെത്തി. ഏതാനും വാഴകൾ തിന്നു, തെങ്ങുകൾ തിന്നു, തെങ്ങിൻ തൈകളിൽ നിന്നും ഓല പൊട്ടിച്ച് അത് തിന്നു. അതിനുശേഷം ആണ് ഇത് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത്. അതായത് ഈ കൊല്ലിയിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള ആ പ്രദേശം വരെ ഇത് നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത്. നടന്ന് നീങ്ങിയ ശേഷം അവിടെ ഏതാനും സമയം നിലയുറപ്പിച്ചു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. വനം വകുപ്പുകാർ ഇതിനിടയിൽ തന്നെ ആ ഭാഗം വളഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പടക്കം പൊട്ടിച്ച് തിരിച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ചെയ്തില്ല. അതിനുശേഷം ഈ ആന തന്നെ തിരികെ മടങ്ങി അതേ സ്ഥലത്തേക്ക്, അതായത് നേരത്തെ എവിടെയാണോ നിലയുറപ്പിച്ചത് ആ സ്ഥലത്തേക്ക് തന്നെ ആന മടങ്ങി എത്തുന്ന മയക്കുവെടി വെക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. സുജിത്ത് അവിടെ തുടരുക. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കുങ്കിയാനകൾ കൂടിയുണ്ട്. സജോയിലേക്കൊന്ന് പോയതിനു ശേഷം സുജിത്തിലേക്ക് എത്താം. സജോ, കുങ്കിയാനയെ ദൃശ്യങ്ങളിൽ കാണാം. ഏത് തരത്തിൽ ഒരു ഓപ്പറേഷനാണ് അവിടെ വനംവകുപ്പ് മുതിരുന്നത് സജോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് അന്തിമമായ ഒരു നിർദ്ദേശമോ തീരുമാനമോ വനം വകുപ്പ് എടുത്തിട്ടില്ല, ഏത് നിരക്ക് വേണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കുങ്കിയാനകൾ ഈ സ്ഥലത്ത് തന്നെ, പ്രദേശത്ത് 2 സ്ഥലങ്ങളിലായി വിക്രത്തെയും സൂര്യയും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഈ 2 സ്ഥലങ്ങൾ തൊട്ടടുത്ത് തന്നെ, അതായത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ജനവാസ മേഖലയും വാഴത്തോട്ടവും ഒക്കെ ചേർന്നൊരു പ്രദേശമാണ്. അത് ഈ മാനന്തവാടി നഗരത്തിൽ തന്നെയാണ്. ആ ചതുപ്പ് പ്രദേശത്താണ്, അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് സൂര്യയും നേരെ എതിർഭാഗത്ത് 2 ഭാഗങ്ങളിലായി ഈ 2 കുങ്കിയാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെ വേണം ആ പ്രദേശത്ത്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ എങ്ങനെ വേണം, അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നല്ല നട്ടുച്ച സമയം പിന്നിടുന്നു, വലിയ ചൂടുണ്ട്. ഒപ്പം ഈ ഓപ്പറേഷൻ ഏത് നിലയ്ക്കാണ് അത് വേണ്ടത് എന്നതുൾപ്പെടെയുള്ളൊരു അന്തിമമായൊരു തീരുമാനം എടുത്തതിന് ശേഷമേ 2 കുങ്കിയാനകളെയും അടുത്തേക്ക്, അതായത് തണ്ണീർക്കൊമ്പൻ അടുത്തേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായ നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ അവരുടെ പാപ്പന്മാരൊക്കെ ഒപ്പം ഇവിടെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുങ്കിയാനകളോടൊപ്പം അവരുണ്ട്. 2 ഭാഗങ്ങളിലായി, ഒന്ന് ഈ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ 2 വശങ്ങളിലായി ഈ 2 കുങ്കിയാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്തിമമായ തീരുമാനം അറിയിച്ചതിന് ശേഷം മാത്രമേ കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക്, തണ്ണീർക്കൊമ്പൻ അടുത്തേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്നതാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനം വേണം ഇപ്പോൾ. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെ വേണം ഓപ്പറേഷൻ എന്ന് സംബന്ധിച്ച് കൃത്യമായ പരിശോധനകളൊക്കെ നടത്തിയ ശേഷം ഒരു തീരുമാനമായിരിക്കും വനം വകുപ്പ് എടുക്കുക. ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം മാത്രം ഈ 2 ആനകളെയും അങ്ങോട്ടേക്ക് എത്തിക്കും. കാരണം ഇപ്പോൾ പരിഭ്രാന്തനോ അല്ല, ശാന്തനാണ്. ഈ തണ്ണീർക്കൊമ്പൻ വളരെ ശാന്തനാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയില്ല. പക്ഷേ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ആ നിലയ്ക്കല്ല. ആ സാന്നിധ്യം, കുങ്കിയാനകളുടെ സാന്നിധ്യം കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നഗരമേഖലയാണ്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചെങ്കിലും ആളുകളുടെ വലിയ സാന്നിധ്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ടതൊക്കെയുണ്ട്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏത് നിലയ്ക്ക് വേണം ഇനിയുള്ള ഓപ്പറേഷൻ എന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റെ കൂടിയാലോചനകൾ നടക്കുകയാണ്. നേരത്തെ മയക്കുവെടി വെക്കാം എന്ന് വാക്കാൽ നിർദ്ദേശം വന്നിരുന്നു. അതൊരു ഉത്തരവായി ഇറങ്ങേണ്ടതുണ്ട്. ആ ഉത്തരവിനായി കാക്കുകയാണോ വനംവകുപ്പ് എന്നാണ് അറിയേണ്ടത്. കുങ്കിയാനകൾ ആ മേഖലയിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. 2 കുങ്കിയാനകളെയാണ് മുത്തങ്ങയിൽ നിന്ന് എത്തിച്ചത്. തണ്ണീർക്കൊമ്പനാകട്ടെ നേരത്തെ നിലയുറപ്പിച്ച അതേ വാഴത്തോട്ടത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അല്പം സഞ്ചരിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മാനന്തവാടിയിലെ പ്രധാന പാതയ്ക്ക് തൊട്ടരികെ, KSRTC ഗ്യാരേജിന് തൊട്ടരികെ എത്തി മടങ്ങിയിരുന്നു. അതിനുശേഷം നേരത്തെ നിലയുറപ്പിച്ച അതേ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ. കാര്യമായ പരാക്രമമൊന്നുമില്ല. 1-2 വാഴകൾ പിഴുതെറിയുന്നതും തെങ്ങുകൾ കടപുഴക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറം മറ്റു വലിയ രീതിയിലുള്ള പരാക്രമങ്ങളിലേക്കൊന്നും തണ്ണീർക്കൊമ്പൻ നീങ്ങിയിട്ടില്ല. കർണാടക വനത്തിൽ നിന്നാണ് ആന എത്തിയത് എന്നത് ഇതിനോടകം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ കാപ്പിത്തോട്ടത്തിലിറങ്ങി ഭീതി വിതച്ച ആനയെ പിടികൂടി കാട് കയറ്റുകയായിരുന്നു. അങ്ങനെ നാഗർഹോളെ വനമേഖലയിൽ നിന്ന് ഇപ്പോൾ ഈ മാനന്തവാടി പരിസരത്തേക്ക് ആന എത്തി എന്നാണ് വിലയിരുത്തൽ. ഏതായാലും റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് ആനയ്ക്ക് എന്നുള്ളതാണ്. മയക്കുവെടി വയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടുന്നില്ല. ഉത്തരവും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അത് വൈകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ 9 മണിക്കൂറായില്ലേ ആന ജനവാസ മേഖലയിൽ എത്തിയിട്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. സജോ, ഇപ്പോൾ കുങ്കിയാന പതുക്കെ നീങ്ങുന്നുണ്ട്. അത് ഈ തണ്ണീർക്കൊമ്പൻ്റെ അടുത്തേക്കുള്ള യാത്രയാണോ സജോ? ഉന്മേഷ്, അതിനുവേണ്ടിയുള്ള യാത്രയല്ല. അതിവിടെ ഭക്ഷണമൊക്കെ നൽകുന്നതിന് വേണ്ടി ആ പാപ്പാൻ അങ്ങോട്ട് നീക്കി നിർത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ആ ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കം എന്നത് മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തേക്ക് നീക്കാനുള്ള, അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം
നൽകിയിട്ടില്ല. ഈ കുങ്കിയാനകളുടെ നയിക്കുന്ന അവരുടെ പാപ്പാന്മാർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഈ സ്ഥലത്ത് ഒരുങ്ങി നിൽക്കുക എന്ന നിർദ്ദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിന് തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഒരു 100 മീറ്റർ അടുത്ത് തന്നെയാണ് തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് 2 കുങ്കിയാനകളെയും 2 സ്ഥലങ്ങളിലായാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുങ്കിയാനയുണ്ട്, നേരെ എതിർഭാഗത്ത് രണ്ടാമത്തെ കുങ്കിയാനയുമുണ്ട്. ആ ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അങ്ങോട്ടേക്ക് നിങ്ങൾ തൽക്കാലം ഈ പ്രദേശത്തിനടുത്ത് തന്നെ ഈ ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ഈ തണ്ണീർക്കൊമ്പൻ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അവന് വാട്ടർ കൊടുക്കൂ എന്നാണ് സ്ട്രേറ്റ് ഫോർവേഡ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്. 24 ആനയുടെ പിന്നാലെ പോകാതെ മറ്റുള്ള വാർത്തകൾക്കും പ്രാധാന്യം നൽകൂ എന്ന് പറയുന്നു. ഈ സമയത്ത് ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്ത ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് പിന്നാലെ പോകുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്ക് നൽകുന്നുണ്ട്. ഇത് തണ്ണീർക്കൊമ്പനല്ല മണ്ണുകൊമ്പൻ എന്നാണ് റംസി ഷെഫിയുടെ പ്രതികരണം. അങ്ങനെ ഈ വാർത്തയിൽ തന്നെ സജീവമായി പ്രേക്ഷകർ നിൽക്കുന്നു. അവർ ഈ വിഷയത്തിൽ പ്രതികരണമൊക്കെ അറിയിക്കുന്നുണ്ട്. ഏതായാലും മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഉള്ളത്. കുങ്കിയാനകളെ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങളെന്ന് നോക്കാം. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. സുജിത്ത്, ആ വാഴത്തോട്ടത്തിൽ അതേ ഇടത്ത് അങ്ങനെ തന്നെ തുടരുന്നു അല്ലേ തണ്ണീർക്കൊമ്പൻ? ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു ഉന്മേഷ്. കാരണം അത് നേരത്തെ ഒന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതാണ്, പക്ഷെ മടങ്ങി ഇതുവഴി വന്ന് ഇപ്പോൾ അതേ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു അലോസരവും ഈ ആന ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ വസ്തുത. ആളുകൾക്ക് ഹാനിയോ അതോടൊപ്പം തന്നെ മറ്റ് വലിയ അളവിൽ കൃഷിനാശമോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഏതാനും വാഴകൾ ഇവിടെ ഒടിച്ചിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു തെങ്ങിൻ്റെ ഓല അടർത്തിയെടുത്ത് അത് കഴിക്കുന്ന ആ ഒരു കാഴ്ച കൂടി കണ്ടു. അതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ വസ്തുത. ഒരുപക്ഷെ കർണാടകയിൽ ഹാസനിൽ വലിയ അളവിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച ആനയാണ് ഈ കൊമ്പൻ. തണ്ണീർക്കൊമ്പൻ എന്നുള്ള പേര് നൽകുന്നത് കർണാടക വനംവകുപ്പാണ്. അവർ അതിനെ തണ്ണീർ എന്ന് പേരിട്ട് വിളിക്കുകയായിരുന്നു. അതിനുശേഷം അതിനെ പിടികൂടി ഘടിപ്പിച്ച് പിന്നീട് നാഗർഹോളെ വനത്തിൽ കൊണ്ടുവന്നാക്കുകയായിരുന്നു. 12 ദിവസം മുമ്പ് ഈ തിരുനെല്ലി സർവാണി മേഖലയിൽ ഈ ആനയെ കണ്ടിരുന്നു. അതായത് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ആ വഴിയിലൂടെ പോയിരുന്നു എന്നുള്ള കാര്യം സംസ്ഥാന വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നു എന്നാണ് ചില നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. അതിനുശേഷം അവർ അതിനെ നിരീക്ഷിച്ചു വരികയാണെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് പൊടുന്നനെയാണ് ഈ ആന ഇവിടേക്ക് എത്തുകയും എടവകയിൽ ഇന്ന് രാവിലെ ആനയെ കാണുകയും ചെയ്തത്. എടവക പഞ്ചായത്ത് എന്ന് പറയുന്നത് തീർത്തും വനമില്ലാത്ത ഒരു പ്രദേശമാണ്. മാനന്തവാടി നഗരസഭയോടും വെള്ളമുണ്ട പഞ്ചായത്തിനും ഇടയിലായുള്ള പ്രദേശമാണ് ഈ എടവക പഞ്ചായത്ത്. ആ എടവക പഞ്ചായത്തിലേക്ക് ഇന്ന് പുലർച്ചെ എത്തുകയും ക്ഷീരകർഷകരും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആളുകളും ഈ ആനയെ കാണുകയും ചെയ്തു. അതിനുശേഷം ഈ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനെ ട്രാക്ക് ചെയ്തതിനിടയിൽ ആന മാനന്തവാടി നഗരസഭാ ഭാഗത്തേക്ക് തിരിക്കുകയായിരുന്നു. മാനന്തവാടി നഗരസഭാ ഭാഗത്തേക്ക് തിരിച്ച ശേഷം ആന നേരെ എത്തിയത് പിന്നീട് അത് കോടതി പരിസരത്തേക്ക് എത്തിയ ശേഷം ഈ ആന പിന്നീട് ഈ കൊല്ലിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷം അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നതാണ് പിന്നീട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ആന ഈ പ്രദേശത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനിടയ്ക്കൊന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതാണ് ആന, പക്ഷേ അത് അതേ വഴിയിൽ തന്നെ തിരിച്ചു വന്ന് ഈ കൊല്ലിയിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഴത്തോട്ടത്തിനുള്ളിലാണ് ആന നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇത് ഏത് വിധേനയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അവർ അതിനുവേണ്ടിയുള്ള തോക്കും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. DFO ഷജന കരീമും മാർട്ടിൻ ലോവലും നേരിട്ട് ആ നടപടിക്രമങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ നോർത്തേൺ CCF ദീപ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മാനന്തവാടിയുടെ സമീപ ചരിത്രത്തിലൊന്നും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശത്തേക്ക് കാട്ടാന ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും സുജിത്ത്, ഇപ്പോൾ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാത്രി 11:30 3 ആനകൾ ജനവാസ മേഖലയിൽ എത്തിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ജീവനക്കാർ പ്രസ്തുത സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. മാനന്തവാടി ടൗണിലെ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന ആന അതിനെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ഉത്തരവ്, അതിനുള്ള അനുമതി ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരവിറങ്ങി സുജിത്ത്.
എന്തായാലും ആശ്വാസകരം, ഔദ്യോഗികമായ ഉത്തരവിറങ്ങിയത് ആശ്വാസകരമായ വസ്തുത തന്നെ. വൈകാതെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഉത്തരവിറങ്ങിയ സ്ഥിതിക്ക് ഇനി വൈകാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഡാർട്ടിംഗ് ടീം, അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം, അവർ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം തന്നെ നടത്തിയതാണ്. ഇനി നേരെ മയക്കുവെടി ഉതിർക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ ദൗത്യം ഇനി വൈകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളെ ഇറക്കിക്കൊണ്ടുവരും. കുങ്കിയാനകളെ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷമാകും ഡാർട്ടിംഗ് നടപ്പാക്കുക. ഡാർട്ടിംഗ് നടപ്പാക്കിയ ശേഷം അവിടെ നിന്നും പതുക്കെ ഈ ആനയെ കുങ്കിയാനകളുടെ അടുത്തേക്ക്, കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരെ ലോറിയിലേക്ക് കയറ്റി അതിനുശേഷം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. എങ്ങനെയാണ് ഇതിനെ കർണാടക വനംവകുപ്പിന് കൈമാറുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ ആനയുടെ ആശങ്ക അല്പസമയത്തിനകം തന്നെ ഒഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏവരെ സംബന്ധിച്ചും ഉള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ജനവാസ മേഖലയുള്ള മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. അതുതന്നെയാണ് പ്രതിസന്ധി, അതുതന്നെയാണ് ആശങ്ക. സ്വാഭാവികമായും ഇപ്പോൾ ഉത്തരവിറങ്ങി എന്നുള്ളത് ആശ്വാസകരമാണ്. ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഈ ഉത്തരവ് സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഉത്തരവ് ഇറങ്ങാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമുണ്ടായത് എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ കയർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും എല്ലാം തന്നെ ആ ഒരു വിഷയത്തെ തണുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ ഈ ഇത്ര മണിക്കൂറായി, അതായത് 9 മണിക്കൂറിനടുത്തായി ഈ കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ നേരത്തെ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ AV ജയശങ്കർ നൽകും. ജയശങ്കർ, ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഉന്മേഷ്, ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിലവിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ ഒരു തീരുമാനം. അടിയന്തരമായി ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ വാക്കാൽ ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അതായത് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണം. ഉച്ച സമയത്തോട് അടുക്കുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ മയക്കുവെടി ഉൾപ്പെടെയുള്ള ഇതിന് സമയമെടുക്കും. അത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നിലവിലെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരമായൊരു ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിരിക്കുന്നത്. വാക്കാൽ നിർദ്ദേശം നൽകി മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാനാണ് വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം. മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഉത്തരവ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുകയും. ശരി ജയശങ്കർ, ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം കുങ്കിയാനയുണ്ട്. ഒപ്പം ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് ഇപ്പോൾ വനപാലക സംഘം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകളായി മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ആനയെ തുരത്തുന്നതിനു വേണ്ടി വനംവകുപ്പിന്റെ നടപടി ഉണ്ടാകുന്നു. അല്പസമയം മുൻപാണ് ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് വനപാലക സംഘം. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് കുങ്കിയാനകളുണ്ട്, മറുഭാഗത്ത് വെടിവെക്കുന്നതിനുള്ള മയക്കുവെടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് വനപാലക സംഘം. ശ്രുതി തയ്യപ്പത്തും സജോ ദേവസ്യമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സജോ, കുങ്കിയാനകൾ ഒരു ഭാഗത്ത് കാണാം, മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ മറുഭാഗത്ത് പൂർത്തിയാക്കുകയാണോ ഇപ്പോൾ വനംവകുപ്പ് സംഘം? സജോ. ഉന്മേഷ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അനൗൺസ്മെൻറ്റ്, അതായത് നഗരത്തിലെ എല്ലായിടത്തും ആളുകളെ ഈ വിവരം അറിയിക്കുക എന്നതാണ്. അതായത് നേരത്തെ തന്നെ നിരോധനാജ്ഞ നഗരസഭയുടെ ഡിവിഷനുകളിലും ഒപ്പം ഇടവക പഞ്ചായത്തിൻ്റെ വാർഡുകളിലും നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നഗരമേഖലയാണ്, ആളുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുണ്ട്, ജനവാസ മേഖലയാണ്. ഒപ്പം ഈ നഗരത്തിലേക്ക് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ തന്നെയും യാത്ര ചെയ്ത് പോവുകയും ഇപ്പോൾ ആനകളെ കാണാനായും മറ്റും എത്തുന്ന ആളുകളുമൊക്കെയുണ്ട്. നേരത്തെ മുന്നനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എല്ലായിടത്തും അനൗൺസ്മെൻറ്റ് പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. അനൗൺസ്മെൻറ്റ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാഹനങ്ങൾ, പോലീസ് വാഹനത്തിൽ തന്നെ അതിനിപ്പോൾ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ എല്ലായിടത്തും ഇപ്പോൾ തന്നെ മയക്കുവെടി വിൽക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് ആളുകൾ അതുമായി പൂർണ്ണമായും സഹകരിക്കണം. ആളുകൾ മാറി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിർദ്ദേശാനുസരണം മാറി നിൽക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കുങ്കിയാനകളെ നേരത്തെ തന്നെ വിക്രം, സൂര്യ 2 കുങ്കിയാനകളെയാണ് ഈ ദൗത്യത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ള 2 കുങ്കിയാനകളാണ്. ഈ 2 കുങ്കിയാനകളെയും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചതാണ്. ആദ്യം മാനന്തവാടി ടൗണിലുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു. അതിൽ ഒരു കുങ്കിയാനയെ നിലവിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ മാനന്തവാടി നഗരത്തോട് ചേർന്ന ഒരു ചതുപ്പ് പ്രദേശത്ത്, വാഴത്തോട്ടത്തിനോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളിലായാണ് ഒരു കുങ്കിയാനയെ എതിർഭാഗത്തും മറ്റേ ഭാഗത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നിർദ്ദേശം
നിർദ്ദേശം ലഭിക്കുമ്പോൾ രണ്ട് കുങ്കിയാനകളെയും ഈ സ്ഥലത്തേക്ക് തന്നെ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട്. കാരണം അതിനുശേഷം മാത്രമേ പിന്നീട് ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. അത് ഈ ആദ്യഘട്ടത്തെ ആളുകളെല്ലാം ഒഴിപ്പിച്ച ആ ഓപ്പറേഷനിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിക്കഴിഞ്ഞാൽ കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക് തന്നെ ഈ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ രണ്ട് ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇറക്കാൻ ഇതിൻ്റെ ടെറൈൻ കുറച്ച് കുഴപ്പം പിടിച്ച ടെറൈനാണ്. എല്ലാ ഭാഗത്തുകൂടിയും കുങ്കിയാനകളെ താഴേക്ക് ഇറക്കാൻ കഴിയുകയില്ല. ഒരു ഭാഗത്തുകൂടി മാത്രമേ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ആ സ്ഥലത്തേക്ക് രണ്ട് കുങ്കിയാനകളെയും എത്തിക്കും. ഇപ്പോൾ ഈ കൊല്ലിയുടെ രണ്ട് വശങ്ങളിലായി രണ്ട് വിക്രത്തെയും സൂര്യയും നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അനൗൺസ്മെൻറ്റ് പൂർത്തീകരിച്ച് ഏറ്റവും ഒടുവിലുള്ള അന്തിമ തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും രണ്ട് കുങ്കിയാനകളെയും ഈ സ്ഥലത്തേക്ക് ഇറക്കുക. അതിനുശേഷം മയക്കുവെടി എന്നാണ് ഉത്തരവ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട നടപടിക്രമങ്ങൾ എല്ലാ ആളുകളെയും മാറ്റുക, ഈ പ്രദേശത്ത് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് വനപാലക സംഘം. മാനന്തവാടി ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് ആനയുള്ളത്. മണിക്കൂറുകളായി അവിടെ തുടരുകയാണ്. നേരത്തെ ജനവാസ മേഖലയിൽ നിന്ന് നേരെ ടൗൺ തൊട്ടടുത്തേക്ക് ആന എത്തി. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ വനപാലക സംഘം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ഇപ്പോൾ വിവരങ്ങളുമായി സുർജിത്തിലേക്ക് എത്താം. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, അങ്ങനെയെങ്കിൽ എത്ര സമയമെടുക്കും ഇനി ഈ മയക്കുവെടി വയ്ക്കുന്നതിന് വേണ്ടി? സജോ, മാനന്തവാടി ടൗൺ മേഖലയിലേക്ക് എത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കം സജീവമാക്കുകയാണ് ഇപ്പോൾ വനപാലക സംഘം. ഉത്തരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. രണ്ട് കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട്. ആനകളെ കാട്ടാന നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മയക്കുവെടി വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ഒരു ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കുങ്കിയാനകളെ അടക്കം കാണാം. വാഴത്തോട്ടത്തിൽ, അവിടെയുള്ളൊരു വാഴത്തോട്ടത്തിലാണ് ഇപ്പോൾ കാട്ടാന തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. തണ്ണീർക്കൊമ്പൻ കർണാടകയിലെ ഹാസൻ മേഖലയിൽ കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങി സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാട്ടാനയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വനംവകുപ്പ്, കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടുകയും അതിനുശേഷം നാഗർഹോളെ വനത്തിലേക്ക് തുറന്നുവിടുകയുമായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആന ഇവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജു ദേവസ്യ തുടരുന്നുണ്ട്. സജു, അങ്ങനെയെങ്കിൽ ഇനി എത്ര സമയം കൂടി എടുക്കും ആനയെ അവിടെ നിന്ന് തുരത്താൻ? ഈ മയക്കുവെടിക്ക് എത്ര സമയം കൂടി കാക്കണം സജോ? ഉന്മേഷ, പ്രധാനമായും ഈ സമയം പരിഗണിക്കണം. ഒന്ന്, ഇപ്പോൾ നട്ടുച്ച പിന്നിടുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വലിയ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ഓപ്പറേഷന് വെറ്റിനറി ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ കുറേ കൂടി സമയമെടുക്കും. ആദ്യം സുരക്ഷ ഉറപ്പാക്കി അതിനുശേഷം ആ ടീമിനെ, ഈ ഓപ്പറേഷൻ്റെ ടീമിനെ അത് അറിയിക്കുക എന്നുള്ളതാണ്. അതിന് പോലീസും തദ്ദേശ സ്ഥാപനത്തിനുമാണ് ചുമതല. അതായത് ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ നീക്കം ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ആന പരിഭ്രാന്തരാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ഇതിനകം പലതവണ സൂചിപ്പിച്ചതുപോലെ നഗരമേഖലയാണ്. ആളുകളുടെ സാന്നിധ്യമുണ്ട്, കാണാനായി എത്തിയ ആളുകളുണ്ട്, ജനവാസ മേഖലയാണ്. ആ ഇടങ്ങളിലൊക്കെ പോലീസിൻ്റെ വിന്യാസവും സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം അനൗൺസ്മെൻറ്റ് ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ എല്ലായിടത്തും ഇതിനകം തന്നെ ഈ ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്. ആളുകൾ അതിനോട് പ്രദേശത്തോട് പൂർണ്ണമായും സഹകരിക്കണം, കൂട്ടം കൂടി നിൽക്കരുത്, ഈ ഓപ്പറേഷൻ കാണാനോ ഈ സ്ഥലത്തേക്ക് വരരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷിതമായ അകലത്തിൽ നിൽക്കണം എന്ന നിർദ്ദേശം അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നഗരത്തിൽ എല്ലായിടത്തും, ഈ പ്രദേശത്തേക്ക് എല്ലായിടത്തും ഒരുപക്ഷെ ആന നീങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം ഉള്ള അനൗൺസ്മെൻറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷമായിരിക്കും കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കുക. അത് പക്ഷേ നേരത്തെ തന്നെ എത്തിച്ച് ഈ വെയിലുള്ള ഭാഗത്ത് കുങ്കിയാനകളെ നിർത്തേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷിതമായി ഈ രണ്ട് സ്ഥലങ്ങളിലായി, അതായത് നഗരത്തോട് തന്നെ ചേർന്ന ഈ വാഴത്തോട്ടവും ഒക്കെ ഉൾപ്പെടുന്ന ചതുപ്പ് പ്രദേശത്താണ് തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടു ഭാഗത്തായി നിരവധി ഓപ്പറേഷനിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തൊക്കെയുള്ള മുൻകാലത്ത് ഇതേ ഓപ്പറേഷനിലൂടെ സജു, ഇപ്പോൾ ഒരു രണ്ട് വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട് സജു. അതിങ്ങനെയാണ്: ആനയെ മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടാം, അതിനുള്ള സാധ്യത തേടണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ ഈ നടപടികൾ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടി ആ ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് സജു. ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹാസനിലെ ഓപ്പറേഷൻ നടത്തി അവിടെ നിന്ന് ദൗത്യം പൂർത്തീകരിച്ച് പിടികൂടിയും നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ പരിസരത്ത്
തുറന്നു വിടുകയാണ്, വനത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ആ റേഡിയോ കോളർ ഉൾപ്പെടെ ഇപ്പോൾ മൈസൂരുവിൽ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് കർണാടക വനം വകുപ്പ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ്റെ സാന്നിധ്യം അടക്കം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. റേഡിയോ കോളറുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു അമ്പരപ്പുണ്ടായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയായിരുന്നു. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ അക്കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ മാസം 16-ാം തീയതിയാണ് ഈ ഹാസനിലെ ബേലൂർ ഡിവിഷനിൽ അവിടെ കാപ്പിത്തോട്ടത്തിൽ തുടർച്ചയായി ഇറങ്ങുന്നു. പിന്നീട് അത് പക്ഷേ അവിടെ വലിയ തോതിലുള്ള എന്തെങ്കിലും ഒരു അക്രമ സംഭവങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഈ ആനയ്ക്കില്ല. ശാന്തപ്രകൃതിയാണ്. പക്ഷേ തുടർച്ചയായി ആ കാർഷിക മേഖലയിൽ കാപ്പിത്തോട്ടത്തിൽ സ്ഥിരമായി ഇറങ്ങുന്നു. അതിനുശേഷമാണ് ഹാസനിൽ ഇങ്ങനെ നിരവധി ആനകളെ പിടികൂടി വനത്തിലേക്ക് തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അക്രമ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ പിടികൂടി പിന്നീട് തുറന്നു വിടുകയാണ്. പിന്നെ ഹാസൻ പിന്നിട്ട് ബന്ദിപ്പൂർ വഴി തലപ്പുഴയൊക്കെ പിന്നിട്ടാണ് ഈ മക്കിമലയൊക്കെ വഴി ഈ ഭാഗത്തേക്ക് മാനന്തവാടി ടൗണിലേക്ക് എത്തിയത്. പിടികൂടി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ ഒന്നുകിൽ കർണാടക വനം വകുപ്പിന്റെ കൂടി സഹകരണത്തോടു കൂടി ആ മേഖലയിൽ ഒന്നുകിൽ അവരുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക, അല്ലെങ്കിൽ ബന്ദിപ്പൂർ മേഖലയിൽ തുറന്നു വിടുക എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതും ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയും ആ തരത്തിലായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. കാരണം കർണാടകയുടെ കൂടി അവരുടെ റേഡിയോ കോളർ ഉൾപ്പെടെയുണ്ട്. സ്വാഭാവികമായും അവർക്കാണ് അക്കാര്യത്തിൽ കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് കൈമാറുക എന്ന് തന്നെയായിരിക്കും കുറെ കൂടി നല്ലൊരു മാർഗം എന്ന് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഈ ആനയുടെ കാര്യത്തിൽ ഇതുവരെയും ശാന്തപ്രകൃതിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കർണാടക വനം വകുപ്പുമായി കൂടി സഹകരിച്ച് ബന്ദിപ്പൂർ മേഖലയിലേക്ക്, അതായത് കർണാടകയ്ക്ക് തന്നെ കൈമാറുന്നു, അവർ വനമേഖലയിൽ തുറന്നുവിടുന്നു. ആ നിലയ്ക്ക് ഒരു ക്രമീകരണം ഒരുക്കുക എന്നത് തന്നെയാണ്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കുക എന്നതിൽ കവിഞ്ഞ് ഇവിടെ ഇത് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് കർണാടകയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ഇൻറ്റിമേഷൻ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. കാരണം റേഡിയോ കോളർ അവരുടേതാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് ഈ ആശയവിനിമയങ്ങളും എല്ലാം കൃത്യമായി നടത്തുകയും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനയെ മയക്കൂടി വെച്ച് പിടികൂടുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടും എന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത അത് തേടുമെന്നാണ് വ്യക്തമാക്കുന്നത്. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ നടപടികൾ എന്നാണ് പറയുന്നത്. കാരണം ഈ ആനയെ നേരത്തെ പിടികൂടിയത് ഹാസനിൽ നിന്നാണ്. അവിടെ നിന്നാണ് നാഗർഹോളെ വനത്തിലേക്ക് മാറ്റിയത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, ഇനി എത്ര സമയമെടുക്കും ഈ ഓപ്പറേഷന്? ഈ നിശ്ചിത ഒരു സമയം അത് നിശ്ചയിക്കേണ്ടതുണ്ടല്ലോ, പ്രത്യേകിച്ച് നട്ടുച്ച ആ സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ച് ഇനിയും ഈ ഓപ്പറേഷൻ നീളുമെന്നാണോ കരുതേണ്ടത് സുർജിത്ത്? കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സുർജിത്തിലേക്ക് എത്താം. സുർജിത്ത് അയ്യപ്പത്തുമൊപ്പം സജു ദേവസ്യമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തണ്ണീർക്കൊമ്പനെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ഒരേ വാർത്ത ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകലേ എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ. കാരണം 9 മണിക്കൂറിലേറെയായി ജനവാസ മേഖലയിലാണ് ആന ഉള്ളത്. അവിടെ നിന്ന് അതിനെ എങ്ങനെ തുരത്തും എന്നുള്ളതുണ്ട്. വനപാലക സംഘം എങ്ങനെ ആന അവിടെ നിന്ന് തുരത്തും, മയക്കുടി വയ്ക്കും, അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തയിൽ തന്നെ നിൽക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സജോ, അതിനുശേഷം എന്തെങ്കിലും ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ വനപാലക സംഘം? സജോ. ഉന്മേഷ്, എന്തായാലും കുറെ കൂടി സമയമെടുക്കും. ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്ന്, അതായത് ഔദ്യോഗിക ഉത്തരവ് പുറത്തു വന്ന് അധികം സമയമായിട്ടില്ല. സമയം ആന ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് മണിക്കൂർ 9 ഒക്കെ പിന്നിട്ടെങ്കിൽ കൂടിയും ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ യഥാർത്ഥത്തിലായിട്ടുള്ളൂ. ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ്, അതായത് നഗരസഭയുടെയും പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലുള്ള അനൗൺസ്മെൻറ്റ്, അതായത് ഇപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഓപ്പറേഷനിലേക്ക് കടക്കും, ജനങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ, അതായത് കുങ്കിയാനകളെ ആദ്യം സ്ഥലത്തെത്തിക്കുകയാണ് ചെയ്തത്. ആദ്യം മാനന്തവാടി ടൗണിൽ തന്നെയുള്ള സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു. വിക്രം സൂര്യ മുത്തങ്ങ ഡിവിഷനിൽ എത്തിച്ചതാണ്. ഒപ്പം വെറ്റിനറി അസിസ്റ്റൻസ് വെറ്റിനറി ടീമിനെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. RRT സംഘമുണ്ട്, എലിഫന്റ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് തന്നെ നേരത്തെ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പോൾ അവിടെ പ്രത്യേകമായ, അതായത് ഏതെങ്കിലും തരത്തിൽ ഇത്രയും സമയം കൊണ്ട് ആന ഏതെങ്കിലും തരത്തിൽ ശാന്തപ്രകൃതി കൈവിടുകയോ അക്രമത്തിലേക്കൊക്കെ പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഒരുപാട് സമയം ഇവിടെ നഗരം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. നഗരമേഖലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി കുറെ കൂടി വേഗത്തിൽ ഓപ്പറേഷൻ നടത്തണം എന്ന് ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഉത്തരവിൻ്റെ വ്യക്തത വന്നു. അതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർണാടക വനം വകുപ്പിന് കൂടി കൈമാറും. ഈ ഓപ്പറേഷൻ ഏതായാലും പൂർണ്ണമായും കേരള വനം വകുപ്പ് മാത്രമായിരിക്കും ചെയ്യുക. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്ന് ആണ് ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് അവിടെയാണ് തുറന്നു വിട്ടിരുന്നത്. അതേ മേഖലയിലേക്ക് തന്നെ തിരികെ അയക്കുക, അതായത് നിലവിൽ മയക്കുടി വെച്ച് വാഹനത്തിൽ കയറ്റി, കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുക, അവിടെ തന്നെ തുറന്നു വിടുക എന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ചീഫ് വൈൽഡ് ലൈഫ്
ലൈഫ് വാർഡൻ്റെ ഉത്തരവും കൃത്യമായി പുറത്തിറങ്ങി. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. യഥാർത്ഥത്തിൽ മാനന്തവാടി ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ എന്ന ദൂരമാണ് വനത്തിലേക്കുള്ളത്. അത്രയും ദൂരം സഞ്ചരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കർണാടക വനം വകുപ്പുമായി കൂടി കൃത്യമായ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അവർ തന്നെ റേഡിയോ കോളർ സ്ഥാപിച്ച് 2 ആഴ്ച മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 16-ാം തീയതി പിടികൂടി വനത്തിലേക്ക് തുറന്നുവിട്ട ആന കൂടിയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങൾ, ഇവിടെ ഇപ്പോൾ 2 കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചു. തണ്ണീർക്കൊമ്പൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടില്ല. വിക്രം, സൂര്യ എന്നീ 2 കുങ്കിയാനകളാണ് 2 സ്ഥലങ്ങളിലായി. അതായത് ആന നിലയുറപ്പിച്ചിട്ടുള്ള മാനന്തവാടി ടൗണിനോട് ചേർന്ന ഈ ചതുപ്പ് പ്രദേശത്ത് തന്നെ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഇടക്ക് പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ വീടുകളുള്ള സ്ഥലത്തേക്കൊക്കെ പോയിരുന്നെങ്കിലും അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുക എന്നതാണ്. അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി, അതായത് ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കൃത്യമായി വിലയിരുത്തും. അത് വെറ്റിനറി സംഘമാണ്, ദൗത്യ സംഘത്തിൻ്റെ തലവൻ ഉൾപ്പെടെയാണ് അതിൽ അന്തിമമായി ഈ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്ന് ദൗത്യ സംഘ തലവനാണ് തീരുമാനം എടുക്കേണ്ടത്. ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നിരീക്ഷിക്കും. ഇപ്പോൾ ആന ഇവിടെ വന്നത് കുറച്ച് വാഴയൊക്കെ പറിച്ചു കഴിച്ചു. അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ അതുകൂടി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും മയക്കുടിയിലേക്ക് കടക്കുക. അത് വളരെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കുടി വെക്കുക എന്നത് പ്രായോഗികമല്ല. സാഹചര്യം പഠിക്കണം. ഒപ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പൊക്കെ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ, ദൗത്യസംഘം തന്നെ അതിനൊരു അന്തിമമായ അംഗീകാരം കൊടുക്കേണ്ടത്. അത് ദൗത്യസംഘത്തിൻ്റെ ഒരു വിവേചനാധികാരമായാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ തന്നെ. സാധാരണ ഇത്തരം ഓപ്പറേഷനുകളിലെല്ലാം ദൗത്യസംഘത്തിൻ്റെയും ദൗത്യസംഘ തലവൻ്റെയും ഒരു വിവേചനാധികാരമുണ്ട്. ഈ സ്ഥലത്ത് ഓപ്പറേഷൻ നടത്താൻ കഴിയുമോ, ഇവിടെ തന്നെ ആണെങ്കിൽ എത്ര സമയത്ത് നടത്തണം എന്നതൊക്കെ ദൗത്യസംഘ തലവൻ്റെ ഒരു വിവേചനാധികാരം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സമയമെടുക്കും എന്ന് നമുക്ക് കരുതണം. ഈ നഗരം പൂർണ്ണമായും സ്തംഭിച്ചു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പലയിടത്തും ഗതാഗത നിയന്ത്രണമുണ്ട്. നഗരത്തിൽ ആളുകളെല്ലാം പൂർണ്ണമായും ഒഴിപ്പിക്കാൻ പോലീസ് പണിപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ഈ പ്രദേശത്തെ മറ്റ് സാധ്യമായ എല്ലായിടത്തുനിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമവുമൊക്കെ ഉണ്ട്. അങ്ങനെ നഗരം പൂർണ്ണമായും സ്തംഭിച്ച് കിടക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു അനുഭവമാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു നഗര കേന്ദ്രത്തിൽ തന്നെ ആന ഇത്രയധികം മണിക്കൂറുകളായി, ഏതാണ്ട് 9 മണിക്കൂറുകൾ സമയത്തിലധികമായി ചിലവഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഓപ്പറേഷനിൽ ഉത്തരവിറങ്ങി എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി കുങ്കിയാനകളെ എത്തിച്ചു. ഒപ്പം ഈ ദൗത്യ സംഘമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനനുസൃതമായ സഹായങ്ങളായിരിക്കും മറ്റ് ഉദ്യോഗസ്ഥരും, ഇവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പോലീസും വനം വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവരാണ് ഇനി ഇത് എപ്പോൾ മയക്കുവെടിയിലേക്ക് കടക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം അവരുടെ വിവേചനാധികാരമാണ്. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ മറ്റാളുകൾ കാര്യമായി ഇടപെടില്ല. ഏതായാലും മയക്കുവെടി തന്നെ, മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്ന കാര്യം ഉറപ്പാണ്. തുരത്തുക എന്നതൊക്കെ അപ്രായോഗികമാണെന്നത് നേരത്തെ തന്നെ കണ്ടതാണ്. അത് കൃത്യമായി ഇവിടെ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്തിമമായ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ആ നടപടിയിലേക്ക് പോകും. അത് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി, കാരണം നല്ല വെയിലൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ കൂടുതൽ വെയിലൊക്കെയുള്ള സമയത്തും ആനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അതൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മറ്റൊക്കെ പോകാൻ ഉള്ള സാധ്യതയുണ്ട്. കൂടുതൽ പരിഭ്രാന്തനാവുകയോ അക്രമകാരിയൊക്കെ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് പറ്റിയ ഒരു സമയം കൂടി തിരഞ്ഞെടുത്തായിരിക്കും. ഒരുപാട് വൈകാതെ തന്നെ ഇതിലേക്ക് പോകും. പിന്നീട് വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടിയും ബന്ദിപ്പൂർ മേഖലയിലേക്ക് കൊണ്ടുപോയാൽ മതിയാകുമെന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. അത് തന്നെ കർണാടക വനം വകുപ്പുമായി നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയതാണ്. കാരണം അവരുടെ ഒരു സ്റ്റേക്കാണ്. കാരണം അവരുടെ റേഡിയോ കോളർ ഉണ്ട്. ഇപ്പോഴും സിഗ്നൽ അവർ ഫോളോ ചെയ്യുന്നതാണ്. അവരുടെ നിരീക്ഷണമൊക്കെ കൃത്യമായി ഇക്കാര്യത്തിൽ ഉള്ളതാണ്. മറ്റ് ഒരു കൊമ്പിന് നേരത്തെ വ്യത്യസ്തമായി കൊമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും പുറമേ കാണാനൊന്നുമില്ല. അത് പക്ഷേ ഈ ടീം, ഈ വെറ്റിനറി ടീമിൻ്റെ തലവൻ അല്ലെങ്കിൽ ഈ ദൗത്യസംഘ തലവൻ തന്നെ അതിനകത്തൊരു അന്തിമമായ തീരുമാനമെടുക്കണം. മയക്കുവെടിയിലേക്ക് പോകുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് അന്തിമമായി റിപ്പോർട്ട് ചെയ്യണം. ഉത്തരവ് കൃത്യമായി നൽകി കഴിഞ്ഞു. ഇനി അത് ആ ദൗത്യത്തിലേക്ക് കടക്കുക എന്നതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ കൃത്യമായി ഒരുക്കണം. സമയം എപ്പോൾ വേണം, ഏത് സമയത്ത് വേണം, വെയിൽ കുറച്ചുകൂടി താന്നിട്ട് വേണോ എന്നതൊക്കെയുള്ളത് ദൗത്യസംഘത്തിൻ്റെ വിവേചനാധികാരമാണ്. അവർ തീരുമാനമെടുക്കും. അത് സംബന്ധിച്ച് കുറേ കൂടി ദൗത്യസംഘത്തിൽ ആരെല്ലാം ഉൾപ്പെടുമെന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തത വരും. ബാക്കി ടീമുകളൊക്കെ നേരത്തെ തന്നെ കൃത്യമായി ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുങ്കിയാനകളെ തന്നെ വളരെ നേരത്തെ തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചു. 2 കുങ്കിയാനകളാണ്, വിക്രവും സൂര്യയും. 2 പേരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഒപ്പം അവിടെയുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എല്ലാം ഉറപ്പാക്കി. ഒപ്പം ഇവിടെ ആളുകളെ നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. ഇനിയിപ്പോൾ ഈ ദൗത്യത്തിലേക്ക് കടക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ദൗത്യസംഘമാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ വേണമെന്നത്. അടുത്ത് ചെന്ന് കുങ്കിയാനകളെ കൊണ്ടുകൂടി ആനയുടെ അടുത്ത് എത്തിച്ച് നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും കടക്കുക. അത് ഈ സാധാരണഗതിയിൽ ഇത്തരം ഡോസേജുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ആനയുടെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ളൊരു മുൻകരുതൽ ഉണ്ടാകും. അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പാലിച്ചായിരിക്കും ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുക. കൃത്യമായ പ്രോട്ടോക്കോൾ ഇത്തരം കാര്യങ്ങളിൽ മയക്കുവെടി വെക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഉണ്ട്. അത് മാത്രമല്ല അനുഭവ സമ്പത്തുള്ള ഈ ടീമിലെ ദൗത്യസംഘ തലവൻ ഉൾപ്പെടെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ട്. ഇപ്പോൾ ഏതായാലും വളരെ വേഗത്തിൽ അതിലേക്ക് കടക്കില്ല. കാരണം കുങ്കിയാനകളെ 2 സ്ഥലത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിക്രം ഒരു സ്ഥലത്തും സൂര്യ മറ്റൊരു സ്ഥലത്തുമാണ്. അതും പക്ഷേ ഈ സ്ഥലത്ത് തന്നെയാണ്, അധിക ദൂരമില്ല. ഇതെല്ലാം ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ തണ്ണീർ കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നതും 2 കുങ്കിയാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതും. അപ്പോൾ ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥരും മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചതും ഇവിടെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ, ഈ
പരിസരത്തുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയമെടുത്തായിരിക്കും ദൗത്യ സംഘം ആ ദൗത്യത്തിലേക്ക് കടക്കുക. ആളുകളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തിയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം സമയം പിന്നിട്ടു. അതുകൊണ്ട് ആളുകളോട് കുറെ കൂടി ക്ഷമാപൂർവ്വം കാത്തിരിക്കേണ്ടതുണ്ട്. നഗരം ഏതായാലും ഇന്നത്തെ ദിവസം പൂർണ്ണമായും സ്തംഭിച്ചു. ഇനിയിപ്പോൾ ദൗത്യം മുഴുവനായി പൂർത്തീകരിക്കണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും, രാത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനു മുൻപ് ദൗത്യം പൂർത്തീകരിക്കില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്കും മറ്റും കൊണ്ടുപോകണം. അതിനിടയിൽ മയക്കുവെടി വെച്ചതിന് ശേഷവും അതിൻ്റെ ആരോഗ്യസ്ഥിതിയും മറ്റും നിരീക്ഷിക്കണം. കുറെ കൂടി അതിനനുസൃതമായ ക്രമീകരണങ്ങളൊക്കെ പൊതുവെ പാലിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ, അത് പക്ഷേ ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ബന്ദിപ്പൂർ മേഖലയിലേക്ക് യാത്ര ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അവിടെ വനത്തിൽ തുറന്നു വിടുമ്പോൾ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന കാര്യത്തിലാണ് നിർബന്ധമായി ഉറപ്പുള്ളത്. പക്ഷേ മയക്കുമടി വെക്കുകയും അവിടെ എത്തിക്കുകയും ആ സമയത്തുള്ള ആരോഗ്യസ്ഥിതിയുടെ ഉത്തരവാദിത്വവും എല്ലാം കേരള വനംവകുപ്പിന് തന്നെയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാകും എന്നതാണ് ഈ നഗരമേഖലയിൽ. അതായത് ഈ ഒരു സ്ഥലത്ത് സമീപകാലത്തൊന്നും പലരും പറഞ്ഞത് ഒരു 20 വർഷം മുൻപ് ഈ പരിസര പ്രദേശത്തൊക്കെ വന്നിരുന്നു. അതിന് മുൻപൊന്നും ഈ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഈ നഗരമേഖലയിൽ, അതായത് ഏറ്റവും വയനാട്ടിൽ തന്നെ ഏറ്റവും അധികം ജനവാസമുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള കച്ചവട സ്ഥാപനങ്ങളും എല്ലാത്തരം സ്ഥാപനങ്ങളും ആളുകളും ഒക്കെ പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയും എല്ലാം ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പക്ഷേ ആന ഒരു ഘട്ടത്തിലും ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയോ ശാന്തപ്രകൃതി കൈവിടുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് കർണാടക വനം വകുപ്പും ഹാസനിൽ നിന്ന് ഈ ഓപ്പറേഷൻ നടത്തി ദൗത്യ സംഘം ആനയെ പിടികൂടി പിന്നീട് നാഗർഹോള വന്യജീവി സങ്കേതത്തിന്റെ വനത്തിലേക്ക് തുറന്നുവിടുന്ന ഘട്ടത്തിലുമൊക്കെ അവർ തീരുമാനിച്ചത് എന്തെങ്കിലും തരത്തിൽ ഈ കൃഷിയിടത്തിൽ തുടർച്ചയായി, കാപ്പിത്തോട്ടത്തിൽ തുടർച്ചയായി എത്തുന്നതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തി വനത്തിലേക്ക് തുറന്നുവിടുക. അത് മറ്റേതെങ്കിലും തരത്തിൽ വേണ്ട, മറ്റ് കേന്ദ്രത്തിലേക്ക്, ആന കേന്ദ്രത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല, തുറന്നുവിടാമെന്ന് തീരുമാനം തന്നെ എടുത്തു. അതുകൊണ്ട് ഈ ഘട്ടം വരെയും കുറച്ച് വാഴകളൊക്കെ നശിപ്പിച്ചു, അത് ഭക്ഷണത്തിനായി എടുത്ത് പറിച്ച് തിന്നു, തെങ്ങിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഈ സമയവും വരെയും ഉണ്ടായിട്ടില്ല. അതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് ഈ ദൗത്യവും കുറെ കൂടി എളുപ്പമാകും എന്നൊരു ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഈ ദൗത്യ സംഘത്തിനുമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കൃത്യമായ ഉത്തരവ് ലഭിച്ചു. ഔദ്യോഗികമായി നേരത്തെ നിർദ്ദേശം മാത്രമായിരുന്നു, പക്ഷേ ഉത്തരവ് ലഭിക്കാതെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഔദ്യോഗികമായി ഉത്തരവ് ലഭിച്ചിട്ട് ഏറെ സമയം പിന്നിട്ടിട്ടില്ല. നേരത്തെ നിർദ്ദേശം മാത്രമായിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയത്. എല്ലാത്തരം ക്രമീകരണങ്ങളും ഒരുക്കി ഇനിയിപ്പോൾ ദൗത്യ സംഘം ഇക്കാര്യത്തിൽ ഒരു അന്തിമമായി തീരുമാനമെടുക്കും. വളരെ വേഗത്തിൽ തന്നെ അവർ ആനയെ നിരീക്ഷിച്ചതിന് ശേഷം എപ്പോൾ വേണം, വളരെ വേഗത്തിൽ വേണോ അതോ കുറച്ചുകൂടി വെയിലൊക്കെ മാറിയതിനു ശേഷം മതിയോ എന്നൊരു തീരുമാനമെടുക്കും. ആ സമയം എപ്പോൾ എന്നത് മാത്രമാണ് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം. അതിനുശേഷം ഇപ്പോൾ നേരത്തെ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് പോലെ തന്നെ വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയും കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ വനമേഖലയിൽ തുറന്നുവിടുകയും ചെയ്യുക എന്നതായിരിക്കും. ആ കാര്യത്തിൽ കൃത്യമായ വ്യക്തത വന്നു. ഇനി എപ്പോൾ ഈ മയക്കുവെടി വെക്കണം എന്ന കാര്യത്തിൽ മാത്രമേ ഇനിയിപ്പോൾ ഒരു വ്യക്തത വരാനുള്ളൂ. അത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ദൗത്യ സംഘമാണ്. ഉന്മേഷ്. സജോ ദേവസ്യം, സുജിത് അയ്യപ്പത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന അവിടെ ആ വാഴത്തോട്ടത്തിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ അവിടെ നിന്ന് തുരത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അത് കുങ്കിയാനകൾ ഉപയോഗിച്ച് തുരത്തണമോ മയക്കുവെടിയിലേക്ക് കടക്കണമോ എന്നിങ്ങനെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചസമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടക്കുമോ എന്നറിയില്ല. ഏതായാലും വനംവകുപ്പ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അല്പം കൂടി ചൂട് കുറഞ്ഞതിന് ശേഷം ആനയെ മയക്കുവെടി വയ്ക്കാനായിരിക്കും ഒരു പക്ഷേ വനംവകുപ്പ് മുതിരുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത്. അതിനുശേഷം മാനന്തവാടി ടൗൺ പരിസരത്തേക്ക് എത്തുകയായിരുന്നു. KSRTCയുടെ തൊട്ടടുത്തെത്തി. ഒപ്പം അവിടുത്തെ കോടതി വളപ്പിലേക്കൊക്കെ ആന എത്തുകയുണ്ടായി. അതിനുശേഷമാണ് അവിടെ നിന്ന് അല്പം മാറി ഒരു ജനവാസ മേഖലയിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അല്പസമയം മുൻപാണ് മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറത്ത് ഇറങ്ങിയത്. ഏതായാലും ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് തണ്ണീർക്കൊമ്പൻ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതോടെ പൂർത്തിയാകുന്നു.